അഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശംഭോ മഹാദേവ, സർവേശ്വര, അമ്മേ ഭഗവതി, എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കും. ഒരുപാട് സന്തോഷം. കഴിഞ്ഞ എനിക്ക് തോന്നുന്ന 5 കൊല്ലത്തോളമായിട്ട് മുടങ്ങാതെ എല്ലാ രുദ്രത്തിനും ഇവിടെ ഭഗവാൻ പ്രഭാഷണത്തിന് വിളിക്കുന്നുണ്ട്. അതിരുദ്രത്തിന് 2 പ്രഭാഷണം, 1-ാമത്തെ ദിവസം 7-ാമത്തെ ദിവസം തന്ന് അനുഗ്രഹിച്ചു. ഇത്തവണ സാധാരണ ഇതിനു മുമ്പുള്ള വർഷങ്ങളിലൊക്കെ വിഷയം തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ പ്രിയപ്പെട്ട പ്രകാശേട്ടൻ ആദ്യം തന്നെ പറഞ്ഞു, ശരത്തെ ഇത്തവണ നമുക്ക് പഞ്ചഭൂത ലിംഗങ്ങളുടെ മഹാത്മ്യം ആയാലും എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, പ്രകാശേട്ടാ എനിക്ക് എത്ര സമയം തരും? നമുക്ക് എപ്പോഴും എത്ര സമയം കിട്ടുന്നുള്ളതാണല്ലോ ആദ്യം. അപ്പോൾ അതുപോലെ 1.5 മണിക്കൂറേ ഉള്ളൂ നമുക്ക്. എന്നാലും ആ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു തുള്ളി നമുക്കെടുത്ത് ഒന്ന് രുചിക്കാമെന്ന് കരുതി. കാരണം എവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ വിഷയം, സൂചിപ്പിച്ച് പോയിട്ടേ ഉള്ളൂ. അനവധി പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മഹാദേവൻ്റെ തന്നെ ധാരാളം ഉണ്ടായിട്ടുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഇപ്പോൾ മുതുവറയിൽ ശിവപുരാണത്തിൻ്റെ സമയത്ത് 12 ജ്യോതിർലിംഗങ്ങളെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും പഞ്ചഭൂത ലിംഗങ്ങൾ വളരെ കുറച്ചാണ്. ഇതിൽ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് ശിവൻ ഇങ്ങനെ പഞ്ചഭൂത സ്ഥലങ്ങൾ ഉണ്ടെന്ന് പോലും അറിയാത്ത അനവധി പേരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഗുരുവായൂരിലൂടെ എത്തിയ സമയത്ത് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരാളാണ്, മഹാദേവന്റെ ഭക്തനായിട്ടുള്ള ഒരാൾ. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ശിവൻ ഇങ്ങനെയൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ? അദ്ദേഹം ഭഗവാനെ വളരെ നിഷ്ഠയായിട്ട് ഉപാസിക്കുന്ന ആളാണ് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട്. അപ്പോൾ ശിവൻ ഇങ്ങനെ ഭൂതസ്ഥലങ്ങൾ ഉണ്ടെന്ന് അറിയില്ല. അത് രസം എന്താ വെച്ചാൽ ഈ ക്ഷേത്രങ്ങളൊക്കെ അതിൽ മിക്കതും അതിപ്രസിദ്ധ ക്ഷേത്രങ്ങളാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന ക്ഷേത്രങ്ങളും. അപ്പോൾ ആ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും അറിയുന്നവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുമാണ് പറയുന്നത്. സാധാരണത്തിൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചഭൂത സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥലപുരാണം, അതെങ്ങനെ ഉണ്ടായി, അതിൻ്റെ കഥ, അത് പറയാൻ നിന്നാൽ ഇന്ന് നമുക്ക് ഒരു ക്ഷേത്രത്തിനോട് നീതി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ചുരുക്കി പറഞ്ഞു, ഈ പഞ്ചഭൂതം എങ്ങനെയാണ് ശിവന് പ്രാധാന്യം വരുന്നത്, ഈ ക്ഷേത്രങ്ങളിൽ തൊഴുമ്പോൾ നമ്മളെങ്ങനെ ശുദ്ധീകരിക്കപ്പെടണമെന്നുള്ളത് നമുക്ക് നോക്കാം. ആരും അങ്ങനെ പറയാൻ പോകാത്തൊരു ആംഗിളാണ്. നമ്മളൊക്കെ അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. അമ്പലങ്ങളിൽ പോയിട്ട് ആ അമ്പലത്തിൻ്റെ അന്തരീക്ഷം നമ്മളിൽ എന്ത് മാറ്റം വരുത്തുന്നുണ്ട് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. ചിലവർ പറയും, ആ അമ്പലത്തിൽ പോയി എനിക്ക് ഭയങ്കര സുഖമാണ്. ചിലർ പറയും എനിക്കങ്ങനെ കടക്കാൻ പറ്റില്ല, അവിടെ ചെന്ന എന്തോ ഒരു പ്രശ്നം. എന്നിട്ട് നമ്മളത് ആ ക്ഷേത്രത്തിൻ്റെ പ്രശ്നമാക്കിയിട്ടോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ നന്മയാക്കിയിട്ടോ മാറ്റും. വാസ്തവത്തിൽ ക്ഷേത്രം എല്ലാവർക്കും തുല്യമായ രീതിയിൽ എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർമ്മത്തിനനുസരിച്ച്, നമ്മുടെ വാസനയ്ക്കനുസരിച്ചും, നമ്മുടെ മെയ്ക്കിനനുസരിച്ചും നമുക്കുണ്ടാകുന്ന പ്രശ്നമാണ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഗുണമാണെന്നുള്ള വിനയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് ക്ഷേത്രവും വിശേഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു വൈശിഷ്ട്യം പോകും. കാരണം അത് കറക്ഷൻ സെന്റേഴ്സാണ്, മാറ്റം ഉണ്ടാകണം. എന്തെങ്കിലുമൊക്കെ കുഴപ്പം നമുക്ക് ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യനായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനാവേണ്ട ആവശ്യമില്ല, ജനിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല, എല്ലാം പൂർണ്ണമായിരുന്നെങ്കിൽ. അപ്പോൾ ആ കറക്ഷൻ ഫാക്ടറിന് വേണ്ടിയിട്ടാണ് ഇത്തരം ക്ഷേത്രങ്ങളെ ആചാര്യന്മാർ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പ്രസിദ്ധമായുള്ള 5 ക്ഷേത്രങ്ങൾ ശിവന്റെ 5 ഭൂതങ്ങളെ സൂചിപ്പിക്കുന്ന ക്ഷേത്രങ്ങളെന്ന് പറയുക. ഏതൊക്കെ 5 ഭൂതങ്ങളെന്ന് ആദ്യം ഒന്ന് ആലോചിക്കാം. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. ഈ ക്രമത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ആകാശത്തുനിന്ന് വായു, വായുന്ന് അഗ്നി, അഗ്നിന്ന് ജലം, ജലത്തുനിന്ന് പൃഥ്വി. ഇപ്പം മോഡേൺ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതേ ക്രമത്തിലാണ് കാണാൻ പറ്റുക. ഈതർ സ്പേസ്, സ്പേസിൽ നിന്ന് അത് ഫില്ല് ചെയ്യുന്ന എയറിൻ്റെ ഘർഷണം കൊണ്ട് ഇടിമിന്നൽ അഗ്നി ഉണ്ടാകും, അഗ്നിയിൽ വർഷം, ജലം, ഈവൻ ലൈഫ് പോലും, ഭൂമിയിൽ ജീവൻ പോലും ഉണ്ടാകുന്നത് ആ പ്രക്രിയ കൂടെയാണ്. ജലത്ത് ഈ 4 ബാക്കിയുള്ള ഭൂതങ്ങളും 5-ാമത്തെ പൃഥ്വിയും കൂടെ ചേർന്ന് നമ്മുടെ ശരീരം അഥവാ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതായിട്ടൊക്കെ അനവധി വസ്തുക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ 5 ഭൂതങ്ങളെ. ഈ 5 ഭൂതങ്ങളല്ലാതെ വേറൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. പഞ്ചം 5
ആദ്യമുണ്ടായ 5 എണ്ണം, അതാണ് പ്രപഞ്ചം. ആ 5 എണ്ണം ഈ ഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഭൂതം ച ജനിച്ചത് ഉണ്ടായത് അല്ലാണ്ട് 2 കൊമ്പ് വെച്ച് പല്ല് വെച്ച് വരുന്ന ആ ഭൂതല്ല. ഉണ്ടായതിൻ്റെ ഒക്കെ നാഥനായത് കൊണ്ടാണ് ഭഗവാന് ഭൂതനാഥൻ എന്ന് പേര്. മഹാദേവൻ മകനും ആ പേരിട്ട്, സ്വാമിക്കും നമ്മൾ ആ പേര് പറയും. ഭൂതനാഥൻ, ഭൂതേശ്വരൻ, ഭൂതാധിപതി എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അതുകൊണ്ട്. അപ്പോൾ ഈ തത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പല കാലങ്ങളിൽ പല സ്ഥലങ്ങളിൽ അനവധി ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ശൈവത്തിൻ്റെ പാരമ്പര്യങ്ങളിൽ ഈ തമിഴ്നാട് പ്രത്യേകിച്ച് തെക്കൻ നാടുകൾക്ക് വളരെ പ്രാധാന്യം. നമ്മൾ പറയും തെന്നാടുடைய ശിവനെ പോറ്റി എല്ലാവർക്കും ഇരേവാ പോറ്റി എന്നാണ് പറയുക. കൈലാസത്തിലെ ആളിരിക്കണമെങ്കിലും കൊണ്ടാടപ്പെട്ടത് തെക്കൻ നാട്ടിലാണ്. കൈലാസത്തിലാണ് ആളിരിക്കണമെങ്കിലും ശിവൻ ഏറ്റവും കൂടെ കൊണ്ടാടപ്പെട്ടത് തെന്നാട്ടിലാണ്. അതുകൊണ്ട് ആ ഭഗവാന്റെ മൂലസ്വഭാവം അനുസരിച്ച് 5 ഭൂതങ്ങളനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ സ്വഭാവങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ലിംഗപ്രതിഷ്ഠകളൊക്കെ ഉണ്ടായത് തെക്കൻ നാട്ടിലാണ്. ഇത് പ്രതിഷ്ഠിച്ചത് മുഴുവൻ ശ്രീപാർവതിയാണ്. ഈ 5 ലിംഗങ്ങളും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതിൻ്റെ മൂലസ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അമ്മയാണ്. ചില സ്ഥലങ്ങളിൽ കഥയിൽ തന്നെ കാണാം, ചില സ്ഥലങ്ങളിൽ സൂചനയായിട്ട് രഹസ്യ സ്വഭാവത്തിൽ കാണാം. അവിടെ ദേവി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതി എന്നാണ്. പ്രകൃതിക്ക് പഞ്ചഭൂതങ്ങളുടെ രൂപത്തിലുള്ള ആത്മാസ്വരൂപനായിട്ടുള്ള ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. സിമ്പിൾ ആൻസർ അല്ല. അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഭൂമിയുടെ ലിംഗം ഇരിക്കുന്നത് കാഞ്ചീപുരത്താണ്. ഏകാംബരനാഥൻ എന്ന് പറയും. ഒറ്റ മാമ്പഴം കായ്ച്ചു നിൽക്കുന്ന ഒരു മാവിൻ്റെ താഴെ പ്രതിഷ്ഠിക്കപ്പെട്ടത് കൊണ്ട് എന്ന് പറയപ്പെടും. മണൽ, ആറ്റുമണൽ കൂട്ടിയിട്ട് മണ്ണുകൊണ്ട് ദേവി ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹമായിട്ടാണ് പറഞ്ഞത്. പിന്നെ വരുന്നത് തിരുവാനൈക്കാവൽ അഥവാ ജംബുകേശ്വരം എന്ന് പറയുന്ന ജലലിംഗമാണ്, അപ്പുലിംഗം. ഈ അപ്പുലിംഗം ഇരിക്കുന്നത് ശ്രീരംഗത്തിൻ്റെ അടുത്താണ്, തിരുച്ചിറപ്പള്ളി. പിന്നെ വരുന്ന പ്രസിദ്ധമായിട്ടുള്ള അഗ്നിലിംഗം നിങ്ങൾക്കൊക്കെ അറിയാം, അരുണാചലം, തിരുവണ്ണാമലയിൽ. അത് കഴിഞ്ഞാൽ വായുലിംഗം ശ്രീകാലഹസ്തി, ആന്ധ്രാപ്രദേശിൽ. അത് മാത്രമാണ് തമിഴ്നാട്ടിലല്ലാത്തൊരു പഞ്ചഭൂതലിംഗം. പിന്നെ വരുന്നത് ചിദംബരമാണ്, സാക്ഷാൽ ആകാശലിംഗം. ഈ 5 എണ്ണത്തിൽ 3 ലിംഗങ്ങൾ കൈലാസം തൊട്ടിട്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ നേർരേഖയിലാണ്. കൈലാസം മുകളിലുണ്ട്, അവിടെ നിന്ന് ഒരു സ്കെയിൽ വെച്ചിട്ടൊരു നേർ വര വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു നേർരേഖ. അത് നമുക്ക് പോണ വഴിക്ക് സമയത്തിനനുസരിച്ച് പറയണം. ഇതൊക്കെ കൂടുതൽ അന്വേഷിക്കാനും അറിയാനും വേണ്ടിയിട്ട് സൂചനകൾ ഇട്ട് തരുന്നു എന്ന് നമ്മുടെ പ്രധാന വിഷയം. ഇതൊക്കെ നമ്മളെ എങ്ങനെ സഹായിക്കും, എങ്ങനെ നമ്മളെ മോചിപ്പിക്കുന്നുള്ളത് അറിയലാണ്. അപ്പൊ പ്രകൃതിയിലെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് ഈ 5 മൂലകങ്ങളാണ്. ഭൂമിയുണ്ട്, ജലമുണ്ട്, അഗ്നിയുണ്ട്, വായുണ്ട്, ആകാശമുണ്ട്. അവയ്ക്കൊക്കെ ഓരോന്നിനും പ്രതീകങ്ങളായിട്ട് കുടികൊണ്ടുവേണം മഹാദേവൻ ലിംഗരൂപിയുണ്ട്. അതുകൊണ്ട് ഇതിനെ പഞ്ചഭൂത സ്ഥലം എന്ന് പറയുന്നു. ഈ 5 ഭൂതങ്ങൾ 5 ലിംഗങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കണമെന്നുള്ളൊരു വിശ്വാസം എന്നാണ് സാധാരണ എല്ലാവരെയും പറയാറ്. പക്ഷെ അത് വിശ്വാസത്തിൻ്റെ വിഷയമല്ല, അനുഭവിക്കേണ്ട വിഷയം. നമ്മുടെ ഈ ജ്യോതിഷ മാസികകളിലും പത്രവാർത്തകളിലൊക്കെ കാണുമ്പോൾ സ്ഥിരം കാണുന്ന ഒരർത്ഥവുമില്ലാത്തൊരു നോൺസെൻസിക്കൽ വാചകമാണ് ഇവിടെ ഇങ്ങനെയാണ് എന്നാണ് ഭക്തരുടെ വിശ്വാസം എന്ന് കണ്ടിട്ടുണ്ടോ? അത് തന്നെ ഒരു ആക്കല. കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞു ചോദ്യം ചെയ്യപ്പെട്ട ഒരു വാചകമാണ്. കാരണം സനാതന ധർമ്മത്തിൽ വിശ്വാസത്തിന് ഒരു സ്ഥാനമില്ല, അനുഭവത്തിന് സ്ഥാനം. ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള ഒരു വസ്തുവിനെ വിശ്വസിക്കേണ്ടതുണ്ട്. ഇല്ല എന്ന് പറയുന്നതും വിശ്വാസമാണ്. നിരീശ്വരവാദവും ഒരു വിശ്വാസമാണ്. ദൈവമില്ല, അതായുള്ള വിശ്വാസം. ദൈവമുണ്ട്, അതായുള്ള വിശ്വാസം. സോ വിശ്വാസം എപ്പോഴും എസോർണോന്റെ ഉള്ളിൽ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അനുഭവം അങ്ങനെയല്ല. അനുഭവിച്ചാൽ അതുണ്ട്, പിന്നെ അതില്ല എന്ന് പറയുന്നത്. അനുഭവം ഇല്ലാത്ത ഒരാൾക്ക് എനിക്ക് ഇല്ലാത്ത അനുഭവം നടക്കുന്നുണ്ടാവില്ല എന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് അനുഭവത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ധർമ്മം ആദ്യം മനസ്സിലാക്കണം. ഏത് പ്രഭാഷണം കേൾക്കുന്നതിന് മുമ്പും, ഏത് ക്ഷേത്ര ദർശനം നടത്തുന്നതിന് മുമ്പും, ഏത് തീർത്ഥാടനത്തിന് പോകുന്നതിന് മുമ്പും ഉള്ളിൽ അടിച്ചുറപ്പിക്കേണ്ടതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മുടെ ധർമ്മം അനുഭവമാണ്, അനുഭവത്തിൽ അധിഷ്ഠിതമാണ്.
ഒരാളുടെ അനുഭവം അല്ല വേറൊരാളുടെ അനുഭവം. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിലാണ് ഈശ്വരൻ വെളിപ്പെടുന്നത്. കാരണം പ്രകൃതി അത്ര വൈവിധ്യമുള്ളതാണ്. ഒരേ പടലേന പഴം തന്നെ കുടുംബത്തിലുള്ള പലരും കഴിക്കുമ്പോൾ പലർക്കും പല രുചി തോന്നില്ലേ? എന്തുകൊണ്ടാണ് അത് ഈശ്വരന്റെ കാര്യത്തിൽ മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? എല്ലാം ഒരച്ഛൻ വാർത്തമാരി ആവണം ആരാ പഠിപ്പിച്ചത്? ഒരച്ഛൻ വാർത്ത മാതിരിയുള്ള ഉപാസനകളൊക്കെ പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ളതും നിലനിൽപ്പില്ല. ഈ പ്രകൃതിയുടെ അടിസ്ഥാനം ഈ 5 ഭൂതങ്ങളാണ്. ഈ 5 ഭൂതങ്ങളെ കൊണ്ടാണ് പ്രകൃതിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പോ പഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, ഭൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂലകങ്ങളാണ്, എലമെന്റൽ അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ, സ്ഥലങ്ങൾ, അത് ഇരിക്കുന്ന സ്ഥലം. ഇപ്പൊ തമിഴ്നാട്ടിൽ 4 ആന്ധ്രയിൽ 1, ഈ കണക്കിലാണ് 5 ക്ഷേത്രങ്ങളും വരുന്നത്. ഇത് രസം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പണ്ടത്തെ കാലത്ത് ആസ്ട്രോണമിയുടെ ജ്യോതിശാസ്ത്രത്തിന്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് ഈ ഒരേ നേർരേഖയിൽ ഈ അമ്പലങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. ഈ രേഖ കുറച്ചുകൂടെ നീട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജാഫ്നയിലുള്ള കോണേശ്വരം ക്ഷേത്രം എന്ന് പ്രസിദ്ധമായിട്ടുള്ള വലിയൊരു ശൈവസ്ഥലമുണ്ട്. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ശൈവശക്തിയുള്ള സ്ഥലങ്ങളൊന്നാണ് അത്. തമിഴ് ശൈവം എന്ന് പെട്ടെന്ന് പറയുമ്പോൾ പിടിയിട്ടില്ല. ഏതൊരു ശൈവമാണോ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും പ്രചരിപ്പിച്ചത്, അവരാരും സ്വന്തമായിട്ട് ഒന്ന് കൃതിച്ചുണ്ടാക്കിയതല്ല, ഇവിടെ ഉണ്ടായിരുന്നതാണ്. അത് തമിഴ് ശൈവം എന്ന് പറയും. തമിഴ് ശൈവത്തിന്റെ ഏറ്റവും വലിയ 2 മഹാഗുരുക്കന്മാരാണ് സ്വാമികളും ഗുരുദേവനും. അവർ പറഞ്ഞതും പഠിപ്പിച്ചതും തമിഴ് ശൈവമാണ്. ആ തമിഴ് ശൈവത്തിന്റെ ഒരു ക്യാപിറ്റലാണ് കോണേശ്വരം ക്ഷേത്രം. പേര് തന്നെയുണ്ട്, കോണേശ്വരം എന്നാണ്, ട്രയാങ്കിൾ. അപ്പൊ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും അതിൽ താന്ത്രികമായിട്ട് എന്താണ് നടക്കുന്നത്. ഈ ശ്രീലങ്ക തൊട്ടിട്ട് നോക്കും, മേലോട്ടൊരു വര വരച്ച് മുമ്പ് കൈലാസത്തിൽ ചെന്ന് തട്ടണമെങ്കിൽ ആ കറക്റ്റ് മെറിഡിയൻ പിടിച്ചിട്ട് അമ്പലങ്ങൾ പണിയാനുള്ള ബുദ്ധി ആരംഭിച്ചു ഉണ്ടാകാറുണ്ട്. ഒരു സാറ്റലൈറ്റ് മാപ്പിംഗ് ഇല്ല, അങ്ങനെ പണിതുള്ള സ്ഥലമാണ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട പഞ്ചഭൂത സ്ഥലങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം. ഭൂമി അഥവാ പൃഥ്വിലിംഗം ഏകാംബരനാഥൻ, ഏകാംബരേശ്വരൻ എന്ന് പറയുന്ന കാഞ്ചീപുരത്ത്. ജലം അപ്പുലിംഗം എന്ന് പറയും. ആ അപ്പുലിംഗത്തിന്റെ ചുരുക്കപ്പേര് നമ്മൾ മക്കളെയൊക്കെ വിളിക്കുന്നത്, ഞാൻ പല പ്രഭാഷണങ്ങളും പറയേണ്ട, അപ്പു എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ അപ്പുലിംഗമാണ്. ശിവന്റെ അപ്പുലിംഗം എന്ന പേരിന്റെ ചുരുക്കം തമിഴ്നാട്ടിൽ നിന്നിട്ട് വന്ന പേരാണ് ഈ അപ്പു. ഈ അപ്പു എന്ന് വിളിക്കപ്പെടുന്ന കുട്ടികൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള സ്വഭാവം ഉണ്ടെന്ന് പറയും. എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും ഈ അപ്പു എന്ന് വിളിക്കപ്പെടുന്ന മിക്ക കുട്ടികളും. ആ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചും അവരുടെ ഫോർമേറ്റീവ് ഇയേഴ്സിൽ അവർക്ക് ഈ വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി. ഭക്ഷണം നമ്മൾ എന്ത് ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്, ഭക്ഷണമൊന്നും കഴിക്കില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അത് അപ്പുലിംഗമാണ്. ഒരു ഇടയിലൊന്നും പറഞ്ഞു എന്തോ രസത്തിന്. അഗ്നിലിംഗം പിന്നെ അത് അണ്ണാമലയായിരുന്നു. തിരുവണ്ണാമലയിൽ വായുലിംഗം, കാലഹസ്തീശ്വരൻ, അതേപോലെ തന്നെ ആകാശലിംഗം, സാക്ഷാൽ ചിദംബരത്തിരിക്കുന്ന ആ മഹാമൂർത്തി. പക്ഷെ ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. തമിഴ്നാട്ടുകാരായതുകൊണ്ട് അവിടെ വലിയ വലിയ സിദ്ധന്മാരുടെ നാടാണ്. കേരളത്തിന് അവകാശപ്പെടാൻ ഒരിക്കലും സാധിക്കാത്ത അത്രയ്ക്കും വളരെ റിച്ചായിട്ടുള്ള ആധ്യാത്മിക പാരമ്പര്യമാണ് തമിഴ്നാട്ടിൽ കിടക്കുന്നത്. നമ്മുടെ തന്നെ ആ തമിഴ് സംസ്കാരം ഇട്ടു തന്നതിന്റെ ബാക്കിയിൽ നമ്മൾ പണിതുയർത്തിയതാണ് നമുക്കുള്ളത്. ഇത് ചേരനാടായിരുന്നു, ഇതും തമിഴിന്റെ ഭാഗമായിരുന്നു അല്ലേ? തിരുവഞ്ചിക്കുളം പോലുള്ള മഹാക്ഷേത്രങ്ങൾ ആ പഴയ പാരമ്പര്യത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവന്മാരുള്ള ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം. 63 ഉപദേവന്മാരാണ്. മുഴുവൻ പേര് തൊഴുതു വരുമ്പോഴേക്കും ഒരു നേരവും. അത്രയും ശിവലിംഗങ്ങളുമാണ്. അത് തമിഴ് സ്വഭാവമാണ്. അനവധി ശിവലിംഗങ്ങൾ ഒരു ശിവക്ഷേത്രത്തിനുള്ളിൽ. പ്രധാന ശിവനെ കൂടാതെ വഴിയിലും പോണവടി ആലിന്റെ താഴെ പുറത്ത് ഗോപുരത്തിന്റെ അടി ഒക്കെ ശിവനാണ്. ഗോപുരത്തിന്റെ ശിവൻ എന്ന് പറഞ്ഞിട്ട് പടിഞ്ഞാറേ നടന്ന് തുടർന്നും ഇങ്ങനെ ശിവനിരിക്കുന്നു. പിന്നെയും പടയോട്ടത്തിൽ പോയ ശിവലിംഗം തകർന്നു പോയി. അത് ആ തമിഴ് സമ്പ്രദായത്തിന്റെ. അതുകൊണ്ട് തമിഴ്നാട്ടില് ഇത്രയും പ്രസിദ്ധമല്ലാത്ത വേറെയും പഞ്ചഭൂത സ്ഥലങ്ങളുണ്ട്. അതൊന്നും ഞാൻ ചുരുക്കത്തിൽ പറയാൻ പറ്റണം. പറയുമ്പോൾ പോവുക, ശിവഭക്തന്മാരൊക്കെ തീർച്ചയായിട്ടും പോയിട്ട് തൊഴേണ്ട സ്ഥലങ്ങളാണ്. ഇതിൽ കുറെ സ്ഥലത്തൊക്കെ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. ശങ്കരൻ കോവില് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. ആ ശങ്കരൻ കോവിലിനെ ചുറ്റിയിട്ട് കുറച്ച് പഞ്ചഭൂത സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ലോകപ്രസിദ്ധമായിട്ടുള്ള പഞ്ചഭൂത സ്ഥലങ്ങളെ കൂടാതെ ഒന്നുകിൽ ഇവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള സിദ്ധന്മാർക്ക് ഭഗവാൻ ആ ഭൂതരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടോ വന്നിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ഇപ്പൊ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ കാണാം, നമുക്ക് ഇവിടെ നാലമ്പലുണ്ട്.
തെക്കൻ നാട്ടിലും ഇപ്പൊ നാലമ്പലുണ്ട്, വടക്കൻ നാട്ടിലും നാലമ്പലുണ്ട്, ദശാവതാര ക്ഷേത്രങ്ങൾ വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ നാലമ്പലം എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് കിട്ടാ തൃപ്രയാറ്, ഇരിഞ്ഞാലക്കുട, കൂടൽമാണിക്യം, കോഴിക്കുളം, പായമ്പലം ഇതായിരുന്നു നമുക്ക്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വടക്കുമുണ്ട് തെക്കുമുണ്ട്, ഇഷ്ടമാതിരി നാലമ്പലങ്ങൾ വന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ അടുത്ത ഘട്ടം. അപ്പൊ ഇതിൽ ആദ്യം വരുന്ന സെറ്റ് ശങ്കരൻ കോവിലിലാണ്. അത് ശങ്കരനാരായണ കോവില് എന്ന പേരോട് കൂടിയിട്ട് ശങ്കരൻ കോവിൽ എന്ന പേരുള്ള ആ സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന ക്ഷേത്രം. തമിഴ്നാട്ടിലെ ശങ്കരൻ കോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശങ്കരനാരായണൻ എന്ന പേരിൽ ഭഗവാൻ ഇരിക്കുന്ന ഭൂമിയാണ് അവിടെ തത്വം. ഭൂമി തത്വം അവിടെ. ജലതത്വം ദാരുകാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് മധ്യസ്ഥനാഥൻ എന്ന് പേരുള്ള ആ ഭഗവാൻ. കരിമലപ്പന്തല്ലൂരിൽ പാൽവണ്ണനാഥൻ എന്ന പേരിൽ അഗ്നിലിംഗം, തെന്മലയിൽ ത്രിപുരനാഥൻ എന്നുള്ള പേരിൽ വായുലിംഗം, അതേമാതിരി തന്നെ നച്ചാടൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദേവദാന രരുണിയനാഥൻ എന്നാണ് ആ ഭഗവാനുള്ള പേര്, അവിടെ ആകാശലിംഗം. ഇങ്ങനെ 5 എണ്ണം ശങ്കരൻകോവിലിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. വെറുതെ നാമം കേൾക്കണത് തന്നെ പുണ്യമാണെന്നാണ്. അത് കേട്ടാൽ മതി, അല്ലാണ്ട് അതൊന്നും ഓർത്ത് വയ്ക്കുന്ന നിർബന്ധമില്ല. കേട്ടാൽ പുണ്യം എന്നാണ്. പിന്നെ സേലം ജില്ലയിലാണ്. സേലത്തിനെ ചുറ്റിയിട്ട് വരുന്ന സ്ഥലം. അതിൽ വേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താന്തോന്നീശ്വരർ എന്ന് പേര്. നമ്മളിത് മലയാളിക്ക് താന്തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ താന്തോന്നിയായിട്ട് നടക്കണവരെന്നാണ്. തമിഴിന്റെ ബ്യൂട്ടി അതാണ്. താൻ തോന്നിച്ചാൽ സ്വയം ഭൂ എന്നർത്ഥം. തന്നെത്താൻ തോന്നിയത്, തന്നെത്താൻ തോന്നിയവരുടെ താന്തോന്നി. തൃത്താന്തോന്നി ശിവക്ഷേത്രം ഉണ്ട് നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ. തൃത്താന്തോന്നി അതൊക്കെ പഴയ തമിഴ് പേരിന്റെ ബാക്കി പത്രങ്ങളാണ്. ഇത് ഭൂമിലിംഗ. അതേമാതിരി ജലമൂർത്തിയായിട്ട് ഏതാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സാംബമൂർത്തീശ്വരൻ, ആറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കായ നിർമ്മലേശ്വരൻ. ശരീരത്തെ ശുദ്ധമാക്കണമെന്നാണ്. നോക്കൂ, കായ നിർമ്മലേശ്വരൻ. ഏതാ ഭൂതം? അഗ്നി. അഗ്നി എന്താ ചെയ്യാ? ശരീരം ശുദ്ധാക്കുക. ഈ ചെയ്തു കൂട്ടിയതൊക്കെ ശുദ്ധാവുന്നത് ആ ചെതയിലെടുത്ത് വെക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് കായ നിർമ്മലേശ്വരൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ അരകലൂരിൽ വായുലിംഗമാണ് കാമനാഥേശ്വരൻ എന്ന പേരോട് കൂടിയിട്ട്. സ്വർണ്ണപുരീശ്വരൻ എന്ന പേരിൽ മൂകയൂരിലിരിക്കുന്നു ആകാശലിംഗം. ഇതൊക്കെ സേലം ജില്ലയിലെ ചുറ്റുമുള്ള ഗ്രാമങ്ങളാണ്. മധുര ജില്ലയിൽ വരുന്ന സ്ഥലങ്ങൾ ഇമ്മയിൽ നന്മയിൽ തിരുവാർ എന്ന് പറഞ്ഞ സെൻട്രൽ മധുരയാണ്. അത് മധുര നഗരത്തിനുള്ളിൽ തന്നെയാണ് വരിക. ഇമ്മയിൽ നന്മയിൽ തിരുവാർ എന്ന് പേരോട് കൂടിയിട്ട് ഭൂമിലിംഗം. തിരുവാപ്പുടയാർ എന്ന് പേരുള്ള പേരോട് കൂടിയിട്ട് ജലലിംഗം. സെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മധുര നഗരത്തിന്റെ അടുത്തിരിക്കുന്നു. അതേമാതിരി തന്നെ മധുര നഗരത്തിനുള്ളിൽ തന്നെയാണ് അഗ്നിലിംഗം ഇരിക്കുന്നത്. തെൻതിരു ആലവായ് ക്ഷേത്രം. ആലവായ എന്നൊക്കെ എവിടെയെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഒരു റിങ് അടിക്കുന്നുണ്ടാവും. ആലുവ. ആല വെച്ചാൽ വെള്ളം, വെള്ളം കയറിക്കിടക്കുന്ന സ്ഥലം എന്നർത്ഥം. അല്ലെങ്കിൽ വെള്ളം കടലിൽ ചെന്ന് ചേരുന്ന സ്ഥലമാണ് ആലവായകൾ. ഈ പാലക്കാട് ജില്ലയിൽ ആലം വള്ളം എന്ന് പറഞ്ഞാൽ വള്ളച്ച കുഴി, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുഴി. ആലപ്പുഴ, വെള്ളം തിങ്ങിക്കേറി നിൽക്കുന്ന, എന്നാൽ അത് നിറഞ്ഞൊഴുകുകയും ചെയ്യുന്ന സ്ഥലം. അതേപോലെ തന്നെ ആലത്തിയൂര്, ആലത്തൂര്. ആല എവിടെ കണ്ടോ ഉറപ്പിക്കാം അവിടെ വെള്ളം ഉണ്ടാവും. പഴയ തമിഴ് ആലവായ എന്നാണ് ശരിക്കും ആ സ്ഥലത്തിന്റെ പേര്. ആലവായ. ആ ആലവായയിൽ ഇരിക്കുന്ന, അതായത് എപ്പോഴും ഈ നദി ചെന്ന് ചേരുകയോ വെള്ളം കയറി നിൽക്കുന്ന സ്ഥലത്തോ ശിവനെ പ്രതിഷ്ഠിക്കും പണ്ട്. അതുകൊണ്ട് ആലുവയിലെ ശിവൻ ശരിക്കും ജലലിംഗമാണ്. ആ ജലം കൊണ്ടാണ് അദ്ദേഹം അഭിഷിക്തനാവുന്നത്. വെള്ളപ്പൊക്കം വരുമ്പോൾ, പെരിയാറ്റിൽ വെള്ളം കയറുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് നിമജ്ജനം ചെയ്യുന്നു ജലം വന്നത്. പിന്നെ വരുന്നത് മുക്തീശ്വരർ എന്ന് പേരുള്ള ഭഗവാനുള്ള വായുലിംഗമാണ്. അത് തെപ്പക്കുളത്താണ്. തെപ്പക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ കണ്ടിട്ടാവും വലിയ കുളം, ടാങ്ക്. മാരിയമ്മൻ തെപ്പക്കുളം എന്നാണ് പറയുന്നത്. അത് തിരുമലനായിക്ക് കുഴിച്ചതാണ്. അവിടെയാണ് ദേവിയുടെ ജലോത്സവം നടത്തുക. വലിയ ദീപങ്ങളൊക്കെ കൊടുത്തി ഭയങ്കര രസമാണ് കാണാൻ. അതിൻ്റെ വക്കത്തൊരു മാരിയമ്മൻ അമ്പലം കിട്ടും. മാരിയമ്മൻ തെപ്പക്കുളം അതിന് പേര് വരാൻ കാരണം അതാണ്. അവിടെയാണ് ദേവിയും സുന്ദരേശ്വര സ്വാമിയും കൊണ്ടുവന്നിട്ട് എഴുന്നള്ളിക്കുക. ഈ മധുര ക്ഷേത്രത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കൊടുങ്ങല്ലൂരിനെക്കാട്ടും പഴക്കം മധുരയ്ക്ക്. ഇന്ന് കേരളത്തിലുള്ള സകല ദേവി ആരാധനയുടെയും പേരന്വേഷിച്ചു പോയാൽ മധുര അമ്പലത്തിലെത്തുക. നമ്മൾക്ക് ആദ്യം വരുന്നത് കൊടുങ്ങല്ലൂരാണ്, പിന്നെ വരുന്നത് മാടായി. ഞാൻ ഈ അടുത്ത കാളിയുടെ കാവുകൾ പറഞ്ഞപ്പോൾ 2-ാം ദിവസം ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുഴുവനൊന്നും പറയാനുള്ള സമയം നമുക്കില്ലാത്ത. അപ്പോൾ അവിടെയാണ് വായു ലിംഗമായിട്ട് ഭഗവാൻ ഇരിക്കുകയാണ്. ആകാശലിംഗമായിട്ട് ആദി ചൊക്കനാഥൻ എന്ന പേരിൽ, ചൊക്കനാഥൻ വെച്ചാൽ സുന്ദരേശ്വര സ്വാമിയാണ്, മീനാക്ഷിയുടെ ഭർത്താവ്.
സ്വക്കം വെച്ചാൽ തമിഴിന് ശുദ്ധം, സ്വക്കത്തങ്കം എന്ന് പറയും, ശുദ്ധ സ്വർണം. സ്വക്കനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധിയുടെ നാഥൻ. ശിവന്റെ മുകളിൽ ശുദ്ധനായിട്ട് വേറെ ആളല്ല, ശിവൻ അഗ്നിസ്വരൂപൻ. അഗ്നിയെ ഒന്നും ബാധിക്കില്ല, അത് തൊഴുന്നതിനെ ശുദ്ധമാണ്. അതാണ് ശിവൻ. അതുകൊണ്ട് സ്വക്കനാഥൻ എന്ന് പേര്. അത് ആദി സ്വക്കനാഥ ക്ഷേത്രം എന്നാ പറയുക. അതും മധുരയിൽ നിന്ന് പോയാൽ കാണാം. വട ആലവായ് എന്ന് പറഞ്ഞ സ്ഥലം, വടക്ക് വശത്തുള്ള ആലവായ. അതായത് വൈകൈ നദിയുടെ വെള്ളം എരച്ചു കയറി വന്ന സ്ഥലങ്ങളാണ് ഈ ആലവായ. അതിൽ വടക്കൻ ആലവായനാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ ഗൂഗിളിൽ മാപ്പാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ പ്രദേശത്തുള്ള പഞ്ചഭൂത സ്ഥലങ്ങൾ നോക്കിയാൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എറൗണ്ട് മധുരൈ എന്ന് പറഞ്ഞ് കൊടുത്താൽ തന്നെ കാണാൻ പറ്റും. ചെന്നൈയിലുണ്ട് പഞ്ചഭൂത സ്ഥലങ്ങൾ. ഏകാംബരനാഥൻ ബ്രോഡ്വേയിൽ, പഴയ ബ്രോഡ്വേ മദ്രാസിൽ, അത് അമിഞ്ചിക്കര ഭാഗത്തേക്കാണ് വരിക, ഭൂമിയാണ്. ജംബുകേശ്വരൻ തന്നെയാണ് ജലലിംഗത്തിന്റെ പേര്. അത് കൊരട്ടൂരുണ്ട്, സെമ്പാകത്ത്. അതേപോലെ തണ്ടയാർപേട്ടയിൽ അരുണാചലേശ്വരൻ. അതുപോലെ പാരീസിൽ ശ്രീകാലഹസ്തി ക്ഷേത്രമുണ്ട്, വായുലിംഗമുണ്ട്. മദ്രാസിലെ പാരീസിൽ, ചെന്നൈയിലെ പാരീസിൽ. പിന്നെ ചൂളമേട്ടിൽ ചിദംബരേശ്വരൻ എന്ന പേരിൽ ആകാശലിംഗവും ഇരിക്കുന്നുണ്ട്. ഇത് കൂടാതെ നാഗപട്ടണത്താണ് സമുദ്രതീരത്ത്, അവിടെ അഭിമുക്തേശ്വരൻ ഉഴുത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂമിലിംഗമായിട്ട്. പുതുച്ചേരിയിൽ, അതായത് പോണ്ടിച്ചേരി നടേശ്വര സ്വാമി എന്ന പേരിൽ ജലലിംഗമായിട്ട്. പിന്നെ അഗ്നിലിംഗമായിട്ട് അരുണാചലേശ്വരനായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ തിരുക്കാനംകുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കാലഹസ്തീശ്വരനായിട്ട് വായുലിംഗമായിട്ട്. അതേമാതിരി വടകാലത്തൂരിൽ ആകാശലിംഗമായിട്ട് ഭഗവാനിരിക്കുന്നു. ഇതൊക്കെയാണ് തമിഴ്നാട്ടിലുള്ള പഞ്ചഭൂത സ്ഥലങ്ങൾ. നമുക്ക് കേരളത്തിൽ അങ്ങനെ പഞ്ചഭൂത സ്ഥലങ്ങൾ എന്ന് നമുക്ക് വിശേഷിച്ച് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ രീതികൾ വ്യത്യാസം, നമ്മുടെ തന്ത്രാദി രീതികളൊക്കെ ഒരുപാട് വ്യത്യാസമുള്ളതുകൊണ്ട് പഴയ സമ്പ്രദായങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയൊരു നാടാണ് കേരളം എന്നുള്ളതുകൊണ്ട്. കാരണം നമ്മളിന്ന് കാണുന്നതല്ല 14-12 നൂറ്റാണ്ടിന് മുമ്പുള്ള കേരളത്തിലെ ആരാധനാ സമ്പ്രദായങ്ങൾ നമ്മളിന്ന് അനുവർത്തിച്ചു വരുന്ന തന്ത്രത്തിന്റെ രീതിയോ അല്ലെങ്കിൽ ഈവൻ ക്ഷേത്ര നിർമ്മിതി, ഈ മണ്ണും മരവും പുല്ലും പിന്നീട് കഴുക്കോലിട്ടിട്ടും പിന്നെ ഓടായിട്ട് പോർച്ചുഗീസുകാർ വന്നപ്പോൾ ഓടിട്ടിട്ടും ഒക്കെ നിർമ്മിക്കുന്ന ഈ നിർമ്മിതികളൊക്കെ വരുന്നതിന് മുമ്പ് 12 നൂറ്റാണ്ടിന് മുമ്പുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ കരിങ്കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോഴും തൃത്താല വഴിക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ കട്ടിൽമാണെന്ന് പറഞ്ഞിട്ട് കരിങ്കല്ലിൻ്റെ ഒരു വലിയ അമ്പലം പോലെ കാണാം. അതൊക്കെ 12 നൂറ്റാണ്ടിന് മുമ്പുള്ളതാണ്. മേൽക്കൂര പോലും കരിങ്കല്ലിൻ്റെ ഷീറ്റായി. കേരളത്തിൽ ഇന്ന് അത്തരം നിർമ്മിതികൾ വളരെ കുറവാണ്. പത്മനാഭസ്വാമിയിലൊക്കെ പിൽക്കാലത്ത് തമിഴ് രീതിയെ അവലംബിച്ചുകൊണ്ട് ചെയ്തതാണ്. ഇപ്പോൾ ഗുരുവായൂർ പോലും തമിഴ് സ്ഥപതികൾ ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റമ്പലം താലമ്പലത്തിന് ആ രൂപം വന്നത്. കർപ്പയ സ്ഥപതിയെ പോലെ വിവേകാനന്ദ പാറ ഉണ്ടാക്കിയ ആ സ്ഥപതിയെ പോലുള്ളവരാണ് അത് ഉണ്ടാക്കിയത് എന്നുള്ളതുകൊണ്ട് തമിഴ് ഛായ വന്നതാണ്. നവഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒന്നും ക്ഷേത്രങ്ങളിൽ നവഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല. കേരള സമ്പ്രദായത്തിൽ നവഗ്രഹം ഇല്ല. പത്മത്തിലൊക്കെ ചിലപ്പോൾ പൂജ വയ്ക്കുന്നുണ്ടെന്നുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ നാലമ്പലം കടന്നിട്ട് മേലേക്ക്, ആർക്കും മേലേക്ക് നോക്കാൻ സമയമില്ല, കാരണം അകത്തേക്ക് നോക്കാൻ തന്നെ നേരില്ല. അപ്പൊ മേലെ നോക്കിക്കഴിഞ്ഞാൽ കടന്നുടനെ ആ വാതിൽ കടന്ന് അകത്ത് കയറിയ നവഗ്രഹങ്ങളെ കാണാം. അത് 70 മുമ്പ് അവിടെ ഇല്ല. 70 മുമ്പ് വേറൊരു സംഭവമായിരുന്നു. അവിടെ പുഷ്പങ്ങളെ കൊണ്ടുള്ള ഒരു വിധാനം ഇരുന്നുണ്ട്. അങ്ങനെ അനവധി മാറ്റങ്ങൾ ക്ഷേത്രങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂതസ്വഭാവത്തിലുള്ള ക്ഷേത്രങ്ങളൊന്നും നമുക്കിവിടെ അധികം കാണാൻ പറ്റില്ല. പിന്നെ വ്യക്തികൾ ആവാഹിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവാന്ന് മാത്രം. അതുള്ളത് പിന്നെയും തിരുവഞ്ചിപ്പുഴ ക്ഷേത്രത്തിനുള്ളിലാണ്. അവിടെ ചിദംബരേശ്വരനുണ്ട്. ആകാശലിംഗത്തിന്റെ പ്രതീകമായിട്ട് ചിദംബരേശ്വരനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷേ നൃത്തമൂർത്തിയായിട്ടാണ്. അത് നടരാജമൂർത്തി. നൃത്തം നടരാജൻ എന്ന് മനസ്സിലാക്കണം. ഭഗവാന്റെ മന്ത്രത്തിനെ തന്നെ നൃത്തമന്ത്രം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഏകാംബരനാഥ ക്ഷേത്രം തൊട്ടിട്ടൊന്നും എല്ലാം ഒന്ന് ഓടിച്ചു വരാം. ഈ അരുൾമികു ഏടവാർ കുഴലി ഉടൈനിன்ற കാഞ്ചി ഏകാംബരനാഥ് എന്നാ പറയുക. ഏടവാർ കുഴലി. ഈ ഓരോ സ്ഥലത്തും അമ്മയ്ക്ക് ഓരോ പേരുണ്ട്. അമ്മയ്ക്കൊരു പേരുണ്ടാവും. അച്ഛനൊരു പേരുണ്ടെങ്കിൽ അവിടെ അമ്മയ്ക്കൊരു പേരുണ്ടാവും. സുന്ദരേശ്വരൻ വെച്ചാൽ മീനാക്ഷി. മധുരയിൽ എന്നുള്ളത് പോലെ തമിഴ്നാട്ടിൽ ഈ പഞ്ചഭൂത സ്ഥലങ്ങൾക്കും ഓരോ പേര്. ഏലവാർ കുഴലി എന്നാണ് ദേവിയുടെ പേര്. അവരുടെ ഈ കുഴലി എന്ന പേര് കണ്ട ഉറപ്പിക്കാൻ മുടിയുടെ ഭംഗിയാണ് പറയണത്. അമ്മയുടെ മുടി അങ്ങനെ നമ്മൾ പറയില്ല, ചാട്ട പോലെ കിടക്കുന്ന മുടി എന്ന് പറയും. അതിന്റെ അങ്ങനെ കിടക്കുന്ന മുടിയുണ്ട്. ആ മുടി അത് ജടയും തപസ്വിനി ആയതുകൊണ്ട് ജടയാണ്. ദേവിക്ക് മകുടം ജടയാണ്. നമ്മൾ സാധാരണ ദേവതയുടെ രൂപം പറയുമ്പോൾ വിഗ്രഹത്തിന് മകുടം പറയും. അത്
കരണ്ഠമകുടം എന്നൊക്കെ പറഞ്ഞിട്ട് പല മകുടങ്ങളായി സാധാരണ രീതിക്ക് മനസ്സിലാക്കാൻ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കിരീടം, അതല്ലെങ്കിൽ ജടാമകുടം എന്ന് പറയും. ഈ ജടാമകുടം വരുന്ന സ്ത്രീ പാർവതി. കാളിക്കും ജടാമകുടം സ്വർണ്ണ കിരീടം ജട കെട്ടി വെച്ചിട്ടാണ്. നമ്മൾ പലപ്പോഴും ധ്യാനിക്കുമ്പോഴും ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും ഒക്കെ സ്വർണ്ണ കിരീടം വെച്ചു കൊടുത്തിട്ട് കാണും. ശരിക്കും ജട. അയ്യപ്പസ്വാമിക്ക് ജടയാണ്, ശാസ്താവിനും കിരീടം. വ്യത്യാസം. ജടയായിട്ട് കണ്ടാൽ മനസ്സിലാക്കുന്നത് അയ്യപ്പനാണ്. അത് വിഗ്രഹം പണ്ട് ഉണ്ടാക്കിയ ആൾക്കാർക്ക് അറിയും. ഇന്നിപ്പോ അവിയലാക്കിയതല്ല, പണ്ട് അത് അറിയും. കിട്ടിയത് വ്യത്യാസം അറിയുമായിരുന്നു. അപ്പൊ അങ്ങനെ പാടൽ പെട്ട സ്ഥലം എന്ന് പറയും തമിഴ്നാട്ടിൽ. ഈ നായനാർമാർ വന്ന് പാട്ടുകൾ പാടുക, പ്രത്യേകിച്ച് അപ്പര്, സുന്ദര, തിരുஞான സംബന്ധര് തുടങ്ങിയിട്ടുള്ള 4 വരികൾ വന്ന് പാടിയിട്ടുള്ള മാണിക്യവാസക സ്വാമികൾ. ആ 4 പേര് പോയി പാട്ടുകൾ പാടിയിട്ടുള്ള സ്ഥലങ്ങൾ. അവരിങ്ങനെ ക്ഷേത്രങ്ങളിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ അമ്പലത്തിലെ ഭഗവാനെ കുറിച്ച് അപ്പം തന്നെ രചിച്ച് ചൊല്ലുന്ന പാട്ടുകൾ ഉണ്ടാവും. അത് അവരുടെ ശിക്ഷകണങ്ങൾ എഴുതിയെടുക്കും. അതൊക്കെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ അപ്പരും സുന്ദരും തിരുஞான സംബന്ധരും ഒക്കെ പാടിയിട്ടുള്ള പാടൽ പെട്ട സ്ഥലങ്ങളിലാണ്. അതേപോലെ തന്നെ ഈ 108 ദിവ്യദേശത്തിൽപ്പെട്ട കാഞ്ചി വരദരാജ പെരുമാളും അതിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. കാഞ്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 3 കാഞ്ചി ഉണ്ട് കാഞ്ചിക്ക്. ശിവകാഞ്ചി, വിഷ്ണു കാഞ്ചി, ശക്തി കാഞ്ചി എന്ന് പറയും. കാരണം 3 പേരുണ്ട് അവിടെ. അവിടെ പോയാൽ കിട്ടാത്തതില്ല. 3 പദ്ധതികളിൽ കേന്ദ്രമാണ് കാഞ്ചി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ക്ഷേത്രത്തില്, ഏകാംബരനാഥ ക്ഷേത്രത്തില് ദേവി മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു എന്നാണ് അതിൻ്റെ തമിഴിൽ പറയുമ്പോൾ അതിൻ്റെ വരലാറ് എന്ന് പറയും. ആ ഒരു ഐതിഹ്യം. 1008 ശിവലിംഗങ്ങളുള്ള 1000-കാൽ മണ്ഡപങ്ങളുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്ചർ മാർവൽ എന്ന് പറയും. അതിന് 3500-ലേറെ വർഷത്തോളം പഴക്കമുള്ള ഒരു മാവിൻ്റെ കുറ്റി അവിടെ കാണാം. മാവ്, നല്ല പഴക്കമുള്ള ഒരു മാവ്. കേരളത്തിൽ അങ്ങനെ വളരെ പ്രാചീനമായിട്ട് ചില വൃക്ഷങ്ങളുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളുണ്ട്. പലതും നശിച്ചുപോയി. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എലഞ്ഞിമരം എന്നോ പോയി. 16-ാം നൂറ്റാണ്ടിൽ വീട് പോയി. ഇന്ന് അവിടെയാണ് പൂത്തപ്പലം നിൽക്കുന്നത്. ആ ഇരഞ്ഞിയുടെ തടി കൊണ്ടാണ് ആദ്യത്തെ കൃഷ്ണാണ്ടത്തിന്റെ കിരീടം ഉണ്ടാക്കി. ഒരു വിഗ്രഹം ഉണ്ടാക്കി. ആ കിരീടം കത്തിപ്പോയി സാമൂതിരി തീക്കൊളുത്തി മരിച്ചപ്പോൾ ഹൈദരുടെ ആക്രമണ സമയത്ത്. പക്ഷെ വിഗ്രഹം ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. രഹസ്യം അറിയും പോകരുത്. അപ്പോ അവശിഷ്ടങ്ങളായിട്ട് വൃക്ഷം കാണാൻ കിട്ടാറ്. ക്ഷേത്രം സ്ഥലവൃക്ഷം ഉണ്ട് എന്ന് പറയാന്നല്ലാണ്ട് നമുക്കത് കാണാൻ കിട്ടാം. പക്ഷെ ഇവിടെ അത് കാണാൻ പറ്റും എന്നാണ്. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഇന്നും പുറത്ത് കൊന്നയ്ക്കൽ ശിവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3ആയിട്ട് പിരിഞ്ഞിട്ടാ. കൊന്നയ്ക്ക് എത്ര വർഷം പഴക്കണ്ടെന്ന് അറിയില്ല. എപ്പോഴും പൂത്തിരിക്കും. അതിന് ഇന്ന കാലം വരണമെന്നില്ല. എന്നും പുതിയാണ് കൊന്നയ്ക്കല ശിവൻ എന്ന് പറയും. അവിടെ ഇത്തിരി മണ്ണെടുത്തിട്ട് തലയിൽ പണ്ട് ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോൾ അത് ബുദ്ധി കൂടാൻ വേണ്ടിയില്ല. മണ്ണിട്ട് കഴിഞ്ഞാൽ ബുദ്ധി കൂടുന്നതാണ്. അപ്പൊ അങ്ങനെ അവിടെയാണ് മൂലസ്ഥാനം, ശ്രീമൂലസ്ഥാനം അവിടെ. അങ്ങനത്തെ ധാരാളം ഉണ്ട്. അതിന് തിരുവിടൈ മരുന്നൂരിൽ അർജുന വൃക്ഷം, മരുത് വൃക്ഷം, തില്ലൈ വനമായിരുന്നു. തില്ലയാണ് എന്താ പറയുക, ചിദംബരത്തെ വൃക്ഷം. ഇങ്ങനെ ഓരോ സ്ഥലത്തിലും സ്ഥലവൃക്ഷങ്ങൾ ഉണ്ടാവും. കാരണം ഈ കാവ് സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതീകമാണ് ഈ സ്ഥലവൃക്ഷം എന്ന് പറയുന്നത്. അത് തമിഴ്നാട്ടിൽ പഴയ കാലത്ത് വളരെ വിപുലമായിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷെ നമുക്ക് സ്ഥലവൃക്ഷങ്ങൾ ഇല്ലാണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഓരോ ക്ഷേത്രത്തിനും ഒരു സ്ഥലവൃക്ഷം വേണം. അതൊരു ഐശ്വര്യം. അങ്ങനെ 3500 വർഷം പഴക്കമുള്ളൊരു മാവ് അവിടെ ഉണ്ട് എന്ന് പറയുന്നു. ശ്രീപാർവതി അവിടെ ഭഗവാനെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി അതിൻ്റെ ഐതിഹ്യങ്ങൾ മുഴുവൻ പറയാൻ നിന്നാൽ നമുക്കിന്ന് സമയം കിട്ടില്ല. ഞാൻ ചുരുക്കി പറഞ്ഞിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് പറയാനാണ്. എത്രയോ കാലം അമ്മയ്ക്ക് തപസ് ചെയ്യേണ്ടി വന്നു. നമ്മൾ പലപ്പോഴും കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ വരി ഒരു കാമുകനും കാമുകിയും പ്രണയിക്കുന്നു, അവരൊരുപാട് കഷ്ടപ്പെടുന്നു, വില്ലൻ വരുന്നു, അവരെ പിരിക്കാൻ നോക്കണം, കുടുംബക്കാരെ പിരിക്കാൻ നോക്കണം, അവസാനം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ട് അവർ വിവാഹം കഴിക്കുന്നു, മംഗളം ശുഭം ഭക്ഷണം നിർത്തുന്നതുവരെ ദി എൻഡ്. ഇതാണ് നമ്മൾ വിചാരിക്കുന്നത്. ജീവിതത്തിലും അങ്ങനെയല്ല. അതിനേക്കാൾ ഉപരി അമ്മയുടെ അച്ഛൻ്റെയും കാര്യത്തിൽ ഒരിക്കലും അത് അങ്ങനെയായിരുന്നില്ല. നമ്മുടെ വിചാരം എന്താ, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി കന്യക 5 വയസ്സ് തൊട്ട് 13 വയസ്സ് വരെ വീണ്ടും തപസ് ചെയ്തിട്ടാണ് ശിവനെ ആദ്യം വിവാഹം ചെയ്തത്. അതോടുകൂടിയിട്ട് ഹാപ്പി എൻഡിനായിട്ട് വിചാരിക്കുന്നത് ഇങ്ങൊരു പ്രത്യേക സ്വഭാവങ്ങളാണ്. അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദുർവാസ സംഭവത്തിലെ അങ്ങയുടെ കൂടെയുള്ള ജീവിതം വളരെ ശ്രദ്ധിച്ചപ്പോൾ വേണ്ടു. കാരണം ആത്മാവ് അങ്ങനെയാണ്. ആത്മാവ് സർവതന്ത്ര സ്വതന്ത്രനാണ്. അത് പ്രകൃതിയിൽ ബന്ധപ്പെട്ടിരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രകൃതി അമ്മയാണ്. അമ്മയാണ് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പോരുന്നത് പറഞ്ഞ് നിർത്തണം.
അതുകൊണ്ട് തരം കിട്ടിയാൽ അവിടെ ഒരു വിരഹം സംഭവിക്കും. ഒന്നുമില്ലെങ്കിൽ ഭഗവാൻ പോവും, അല്ലെങ്കിൽ അമ്മയെ ഇറക്കി വിടും. നീ കണ്ണടച്ചു അല്ലേ, നീ അവിടേക്ക് നോക്കി, ഞാൻ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധ മാറി. ഭഗവാൻ വളരെ നിർബന്ധമാണ്. ഒരു കാര്യം പറയും പൂർണ്ണ ശ്രദ്ധയോട് കേൾക്കണ്ട. അല്പം ഏതെങ്കിലും ആൾ അപ്പുറത്ത് കൂടെ ഒരു ഹാൻഡ് ബാഗ് നല്ലത് പിടിച്ച് പോകണ്ട, തലതിരിക്കുന്ന നമ്മുടെ സ്വഭാവം. ഭഗവാനാണ് വ്യാസപീഠത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വിവരമില്ല. പിന്നെ വല്ല തവളയായിട്ടോ എലിയായിട്ടോ ഒക്കെ കുറച്ച് ജീവിക്കാം. അപ്പോ ആത്മാവിന്റെ സ്വഭാവം, ഞാൻ ഭഗവാനെ ഒരു വ്യക്തിയായിട്ട് ഒരു രസത്തിനും നമ്മുടെ മനസ്സിൽ സ്നേഹം കൂട്ടാൻ വേണ്ടി പറയാം. പക്ഷേ ആ ചൈതന്യം എന്ന് പറയുന്നത് ആത്മാവിന്റെ പവർ അവിടെയാണ് കിടക്കുന്നത്, അതിന്റെ ശുദ്ധി അവിടെ കിടക്കുന്നത്. അത് അല്പം പോലും പ്രകൃതിയുടെ ഒരു ഭ്രംശം പോലും അത് സംഭവിക്കില്ല. അതുകൊണ്ട് ശപിച്ചു. അങ്ങനെ പല ഭട്ടമാണ് ശപിച്ചിരിക്കുന്നത്. ഞാൻ പല പ്രഭാഷണങ്ങളും തമാശയ്ക്ക് പറയാറുണ്ട്. ആ തിരുവളയാടൻ സിനിമയിൽ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, മുരുകൻ കലഹിച്ചിട്ട് പഴനിമല്ല മുകളിൽ വന്ന് നിൽക്കുമ്പോൾ ശ്രീപാർവതി വന്നിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ പോകും. മുരുകൻ പറയും, ഞാൻ വരില്ല, എൻ നാട്, എൻ മക്കൾ, എൻ മൊഴി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന പറഞ്ഞത്. എനിക്ക് ബാക്കിയുള്ളവരൊക്കെ അച്ഛനെ പറഞ്ഞ കേൾക്കണം, അവരൊക്കെ എന്നെ കാണുന്നത് അങ്ങോരൊക്കെ മകനായിട്ടുള്ളത്, എനിക്കത് പറ്റില്ല. ഞാൻ പറയണ എൻ്റെ കാലിൽ വീണ് ഞാൻ ഭരിക്കുന്ന ഒരു സ്ഥലം എനിക്ക് വേണം. അതിനാണ് ഞാൻ പഴനിയിൽ വന്നിരിക്കണമെന്ന് പറയും. അതിന് അമ്മ, അത് സാവിത്രിയാണ് അഭിനയിച്ചിരിക്കുന്നത്, അത് ഡയലോഗ് എഴുതിയിരിക്കുന്നതാണെങ്കിലും അത്രയും ഉള്ളിൽ തട്ടുന്ന ഒരു ഡയലോഗ്, എത്ര സത്യം. നീ ഇതിനൊക്കെ കലഹിക്കണമല്ലോ, ഉന്നപ്പ എന്നെ എവ്വളോ ചോദിച്ചിട്ടാണ് നിന്റെ അച്ഛൻ എന്നെ എത്ര പരീക്ഷിച്ച് നടക്കറി, എന്നിട്ട് ഞാൻ അച്ഛനെ ഇട്ടിട്ട് പോയില്ലല്ലോ. അതിന്റെ മുകളിൽ സ്നേഹിക്കണ ഒരു ഭാര്യയും ഭർത്താവ് പ്രപഞ്ചത്തിൽ കാണാൻ പറ്റില്ല. കാരണം എന്നും അവനവനിക്ക് തന്നെ ചിന്തിച്ച് ഫോക്കസ്ഡ് ആയിരിക്കുന്ന ഒരു ഭർത്താവ്. ആ ഭർത്താവിന്റെ കൈ പിടിച്ച് വരും, നമ്മുടെ മക്കളുടെ അടുത്ത് പോകാം, അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ആ കൈ പിടിച്ച് കൊണ്ടുവരേണ്ടത് ആ അമ്മ. അമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ ശിവൻ അപ്രാപ്യനാണ് മനുഷ്യൻ, കിട്ടില്ല. ഭഗവാൻ സാംബശിവനായിട്ടേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോ ദേവിക്ക് വിരഹം ഭഗവാനെ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? നമുക്കേ ഭഗവാനെ കൊണ്ടു തരുന്നത് അമ്മ. ആ അമ്മയ്ക്ക് ഭഗവാനെ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ഭഗവാൻ പറയും, നിനക്ക് ഒരു കർമ്മദോഷം സംഭവിച്ചു, ആ കർമ്മദോഷം പറഞ്ഞ 1000 വർഷം ഇന്നവിടെ പോയി തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ജ്ഞാനകരികാ സ്തോത്രം പറഞ്ഞു തിരുവരാരഹസ്യത്തിൽ, അത് വന്നിട്ടില്ല, അപ്ലോഡ് ആയിട്ടില്ല. അതിലും ദേവി തപസ് ചെയ്യാൻ പോകണം. നർമ്മദയുടെ തീരത്ത് പോയിരുന്നിട്ട് തപസ് ചെയ്യണം ഭഗവാനെ. ത്രിപുരയാണ് പ്രത്യക്ഷപ്പെടണ സമയത്ത്. എപ്പോഴും അമ്മയ്ക്ക് തപസ്സ, യോഗിനിയാണ്. അതാണ് സ്വയംവര മന്ത്രത്തിൽ നമ്മൾ യോഗിനി എന്ന് വിളിക്കുന്നത്, സദാ യോഗിനിയാണ്. അങ്ങനെ അമ്മ വന്ന് തപസ് ചെയ്ത സ്ഥലം, അമ്മ തപസ് ചെയ്ത് ഭഗവാനുമായിട്ട് വീണ്ടും ഒന്നായ സ്ഥലമായതുകൊണ്ടാണ് ശിവകാഞ്ചിക്ക് ഇത്രയ്ക്ക് പ്രാധാന്യം. ഏകാംബരനാഥ് അവിടെ ഭൂമി തത്വം, ആദ്യം ഞാൻ യൂണിവേഴ്സിലാണ് പറഞ്ഞത് ഭൂമി തത്വം. അത് കഴിഞ്ഞാൽ പാകൽ പറ്റ സ്ഥലങ്ങളിൽ പെട്ട അപ്പുലിംഗം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജംബുകേശ്വരം അഥവാ തിരുവാനിക്കാവൽ, ആനകൾ കാവൽ നിന്ന സ്ഥലമായതുകൊണ്ട് അതിന് ആനിക്കാവൽ എന്ന് പേര്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ 9 തീർത്ഥങ്ങളുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ അമ്മ വെള്ളത്തിനെ കൈകൊണ്ട് കൂട്ടിയിട്ട്, ആലോചിച്ചോക്കണം, തമിഴ്നാട്ടിൽ ഐസില്ല, തമിഴ്നാട്ടിൽ ഐസില്ല. അമ്മ ജലം കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കുന്നു. ജലം ശിവലിംഗമായിട്ട് ഉറച്ചു നിൽക്കണമെങ്കിൽ ആ തപസ് എന്തായിരിക്കണം അല്ലേ? ഒരു ഗുഹ പോലെയാണ്. നമ്മൾ അതിൻ്റെ അകത്ത് തൊഴാൻ ചെല്ലുമ്പോൾ പടികൾ ഇറങ്ങി അകത്ത് ചെന്ന് ഏതാനും പേർക്കേ നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശിവലിംഗം കാണാൻ, അതിൻ്റെ താഴെ വെള്ളം അങ്ങനെ ഊറിക്കൊണ്ടിരിക്കും. ഒരു സ്പ്രിങ് ഉണ്ട് അവിടെ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പ്രിങ്, ഒരു ജലധാര അതിൻ്റെ അടിയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ചവിട്ടിയിട്ടാണ്. ചില സമയത്ത് നല്ലോണം വെള്ളമുണ്ടാവും. ഇതിൽ രസം എന്താ വെച്ചാൽ ദിവസത്തിൽ ഒരു നേരത്തെ പൂജയ്ക്ക് ദേവിയുടെ പണ്ടത്തെ പൂജയെ ഓർമ്മിപ്പിക്കാൻ പ്രധാന പൂജാരി പൊട്ടൊക്കെ കുത്തി നല്ല സാരിയെ കൊടുത്ത് സ്ത്രീവേഷം കെട്ടിയിട്ടാണ് പൂജ കഴിക്കുക. അവിടെ ശിവനെ പൂജ കഴിക്കണമെങ്കിൽ സ്ത്രീയായി മാറണം. കൃഷ്ണനെ പുരുഷനുള്ളൂ, ബാക്കി ലോകത്തുള്ളതൊക്കെ സ്ത്രീയാ പറയും, എന്നാലും അത്ര കൃഷ്ണനെ കിട്ടുള്ളൂ. അതുപോലെ ആത്മാവ് ഒന്നേ ഉള്ളൂ, അത് പുരുഷൻ. പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ, പുരച്ച ശരീരം. അപ്പൊ ബാക്കി ഈ ശരീരമായിട്ട് നടക്കുന്ന നമ്മളൊക്കെ സ്ത്രീയാണ് എന്നാണ് പറയുക. അപ്പൊ ആ ഭാവം തന്നെയാണ് ഈ ജംബുലിംഗം എന്ന് പറയുന്ന, അഥവാ അപ്പുലിംഗം, ജംബുലിംഗം എന്നൊക്കെ പറയുന്നത് ഈ ജലലിംഗത്തിനെയാണ് പറയുന്നത്. അവിടെ 9 തീർത്ഥങ്ങളാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മാത്രം പറഞ്ഞു, കൂടുതൽ പറയുന്നില്ല. അവിടെയും ദേവി ഇതേമാതിരി ഭഗവാനെ ഒരിക്കൽ നഷ്ടപ്പെട്ട് തപസ് ചെയ്ത് നേടിയ സ്ഥലമാണ്. അമ്മ പ്രകൃതിയാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ ഭൂതസ്വഭാവം നഷ്ടപ്പെടുമ്പോഴും ആ ഭൂതരൂപത്തിലുള്ള ശിവനെ പിടിച്ചെടുത്ത സ്ഥലമാണത്.
പൃഥ്വിതത്വം നഷ്ടപ്പെട്ടപ്പോൾ പൃഥ്വിതത്വം പിടിച്ചെടുത്തത് ഏകാംബരനാഥനിലാണെങ്കിൽ ജലതത്വം നഷ്ടപ്പെട്ടപ്പോൾ പ്രകൃതി അത് പിടിച്ചെടുത്തത് ജംബുകേശ്വരത്തിൽ വെച്ചാണ്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഞാൻ സാധാരണ തത്വം കൂടുതലും പറയുന്നതാണ്, ഇവിടെ കുറവാണ്. എന്നാലും കുറച്ച് കിട്ടില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം മനസ്സിലായി. വെറുതെ കഥ കേട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഇനി അടുത്ത തവണ അവിടെ പോയിട്ട് തൊഴുമ്പോൾ അത് അറിഞ്ഞു തൊഴുമ്പോൾ ഒരു സന്തോഷമില്ല. പിന്നെ പ്രസിദ്ധമായിട്ടുള്ള തിരുവണ്ണാമല. തിരുവണ്ണാമലയ്ക്ക് എന്താ ഇത്ര പ്രശസ്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഈ 5 ലിംഗങ്ങൾക്കും പ്രാധാന്യമുണ്ട്. തിരുവണ്ണാമല കൂടുതൽ പോപ്പുലറായി മാത്രം. പലരും തിരുവണ്ണാമല ഇതിൻ്റെയൊക്കെ മുകളിൽ കൊണ്ടേ വെക്കണ പ്രവണത മോഡേൺ കാലത്ത് പ്രഭാഷണങ്ങളിലൊക്കെ കാണാറുണ്ട്. പ്രാമാണികമായിട്ട് ഭഗവാന് തുല്യ പ്രാധാന്യമാണ് ഈ സ്ഥലങ്ങളിൽ. പക്ഷെ അഗ്നിക്കൊരു വിശേഷമുണ്ട്. മറ്റു ഭൂതങ്ങളെയൊക്കെ നമുക്കൊരു മാലിന്യം ഇട്ട് നശിപ്പിക്കാൻ പറ്റും. പൃഥ്വിയിൽ ഒരു മാലിന്യം വലിച്ചെറിഞ്ഞാൽ പൃഥ്വി നശിച്ചു. ജലത്തിൽ മാലിന്യം ഇട്ടാൽ അതും നശിച്ചു. വായുവില് ദുർഗന്ധം കൊടുത്താൽ അതും നശിച്ചു. ആകാശത്തൊരു മോശം വാക്ക് പറഞ്ഞാൽ മതി, ആകാശം നശിച്ചു. അഗ്നിയിൽ എന്തിട്ടാലും കത്തി ചാമ്പലാക്കി ശുദ്ധാക്കി. അഗ്നിക്ക് മാറ്റം വരും. അതുകൊണ്ട് തിരുവണ്ണാമലയ്ക്ക് ആ അർത്ഥത്തിൽ വലിയ വിശേഷം. അവിടെ ഭഗവാൻ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് നമുക്കറിയാം. ബ്രഹ്മാവിനും മഹാവിഷ്ണുവിൻ്റെയും മഹിമ ആർക്കാണെന്നുള്ള മത്സരം വന്നപ്പോൾ ഭഗവാൻ അഗ്നിസ്തംഭമായിട്ട് പ്രത്യക്ഷപ്പെട്ടതും പിന്നീട് ലോകത്തിന് താങ്ങാൻ പറ്റാത്തതായതുകൊണ്ട് ആദ്യം പർവ്വതരൂപിയായത്, ആ പർവ്വതത്തിനെയും ആരാധിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ലിംഗരൂപിയായിരുന്നു, അവിടുന്ന് മാറി പിന്നെ ഇന്നത്തെ ലിംഗമായത്. അങ്ങനെ കഥകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ടെമ്പിൾ കോംപ്ലക്സുകളിലൊന്നാണ് തിരുവണ്ണാമല ക്ഷേത്രം, രത്നാചല ക്ഷേത്രം. ഏറ്റവും വലിയ ജീവനുള്ള ഇന്നും ആരാധന നടക്കുന്ന ക്ഷേത്രം ശ്രീരംഗാണ്. ശ്രീരംഗം ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ വരുന്ന വലിയ മഹാക്ഷേത്രങ്ങളില്ല. ശിവന്റെ ക്ഷേത്രങ്ങൾ ഒരുപക്ഷെ ഏറ്റവും വലിയ ക്യാമ്പസുകളിലൊന്നും 25ഓളം ഏക്കർ തന്നെ പ്രോപ്പർലി ഡിവോട്ടഡ് ഫോർ ദ ടെമ്പിൾ എന്നുള്ളതാണ്. ചിദംബരത്തിന് അതിൽ കൂടുതലാണ്. പക്ഷെ ക്ഷേത്രം നിൽക്കുന്ന ഏരിയ കുറച്ച് കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന ഈ മഹാക്ഷേത്രം ലോകപ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ രമണ ഭഗവാന്റെ ആവാസം കൊണ്ടും അതിന് നമ്മുടെ കാലഘട്ടം ആയപ്പോഴേക്കും വളരെ വിശേഷമായിട്ടുള്ള ഒരു പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടായി. ഭഗവാന്റെ ആ അഗ്നിസ്തംഭത്തിന്റെ പ്രതീകമായിട്ട് കാർത്തിക ദീപത്തിന് മലയുടെ മുകളിൽ ദീപം തെളിയിക്കും. വിശേഷമായിട്ടുള്ള ദീപം തെളിയിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ പിടിക്കുന്ന ബെൽജിയൻ വെൽവെറ്റ് കൊണ്ടുള്ള സ്വരോസ്കിയുടെ ക്രിസ്റ്റൽസ് ഒക്കെ വെച്ചിട്ടൊരു കൊട എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഫ്രഞ്ചുകാരനാണ് ചെയ്തു. അതിന് മഹാദേവന്റെ 10 ആയുധങ്ങളുടെ വിന്യാസം ഞാൻ വരച്ചതാണ്. അതേപോലെ അത് എംബ്രോയിഡറി ആക്കി തന്നെ അനിയത്തിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് വൈകാരികമായിട്ട് വലിയ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് തിരുവണ്ണാമല ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അങ്ങനെ ഇന്നും ആ കൊടയുടെ കീഴിലാണ് ഭഗവാൻ കാർത്തിക ദൈവം കാണാൻ വേണ്ടിയിട്ട് പുറത്തെ മണ്ഡപത്തിൽ വന്നിരിക്കുക. അപ്പോഴാണ് മരണമുള്ളത് കൊളുത്തുന്നത്. ഒരുപാട് അനുഭവങ്ങളുള്ളൊരു ക്ഷേത്രമാണ്, പ്രദേശം തന്നെയാണ്. ഈ അരുണാചലത്തിനെ ഗിരിവലം വെക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ കർമ്മം. ഗിരിവലം വെക്കുന്നതിൽ വളരെ വിശേഷമായിട്ടുള്ള ഗിരിവലങ്ങളുണ്ട്. പണ്ടൊരിക്കൽ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഇസക്കി എന്ന് പറയുന്ന ഒരു സിദ്ധൻ 64 വട്ടം ഗിരിവലം വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്താ 64 വട്ടം ഗിരിവലം വെക്കുമ്പോൾ 64 തവണ അത്രയും നടന്നാൽ പോരെ? അല്ല, അംഗപ്രദക്ഷിണമാകും പണ്ടിനാന്ന് പറഞ്ഞു. ശയനപ്രദക്ഷിണമായിട്ടുള്ള അത്ര 64 പ്രാവശ്യം ഗിരിവലം വെച്ചിരിക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് പ്രോപ്പർ റോഡ് പോലും ഇല്ലാത്തൊരു കാലത്ത് അദ്ദേഹം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ തപസ് എന്തായിരിക്കും? പഴനി പോലെയാണ്. രഹസ്യ സ്വഭാവമുള്ള അനവധി സിദ്ധന്മാരിരിക്കുന്ന സ്ഥലമാണ് തിരുവണ്ണാമല ക്ഷേത്രം. അന്വേഷിച്ച് പോകുന്നവന് എന്തെങ്കിലും കിട്ടും, കിട്ടാതിരിക്കില്ല. അത്ര ശക്തിയുള്ളൊരു സ്ഥലം. രമണ ഭഗവാൻ 13 വയസ്സിൽ മധുരയിൽ നിന്ന് തീവണ്ടി കയറി വന്നിട്ട് ആ തുറന്നു കിടക്കണ പ്രാകാര ഗോപുരങ്ങളുടെ ഉള്ളിൽ കൂടെ വന്നിട്ട് ആരും തടഞ്ഞില്ല. എങ്ങനെയോ ശ്രീകോവിലിന്റെ മുന്നിലെത്തി. ഇത്തിരി ചെരിവുണ്ട് അവിടുത്തെ ശിവലിംഗത്തിന്. ഇങ്ങനെ ഇരിക്കണം ഭഗവാൻ, ഇങ്ങനെ ഇരിക്കത്ത് ഇങ്ങനെയാണ്. ഒരു കയറിട്ടിട്ട് ഒന്ന് വലിച്ച ഇരിക്കുന്ന മര്യാദ ഇരിക്കുക. ആ ശിവലിംഗം കണ്ടുകൊണ്ട് എന്നെ അപ്പനേന്ന് പറഞ്ഞ് പോയിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് ശിവലിംഗം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. ആരും കണ്ടില്ല, ആരും തടഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിയുമ്പോൾ അദ്ദേഹം ഇറങ്ങി അങ്ങനെ പുറത്തു പോയിട്ട് ആ ക്ഷേത്ര വളപ്പിൽ തന്നെയുള്ള പാതാള ശിവലിംഗം എന്ന് പറഞ്ഞൊരു ഗുഹയുണ്ട്. അവിടെ പോയിരുന്നിട്ടാണ് പിന്നെ തപസ്. പിന്നെ ഇത്രയും വർഷം അദ്ദേഹം തിരുവണ്ണാമലയിൽ ഇരുന്നില്ല. ഒരിക്കൽ പോലും അദ്ദേഹം ഭഗവാനെ തൊഴാൻ വേണ്ടിയേക്ക് കൊണ്ട് പോയിട്ടില്ല. പോകേണ്ട ആവശ്യമില്ല. നമുക്കാണ് 5000 തവണ ഗുരുവായൂർ വരേണ്ട ആവശ്യം. പാകപ്പെട്ടവൻ ഒരൊറ്റ തവണ വന്നാൽ മതി, ഒരേ ഒരു തവണ.
അങ്ങനെ ഒരേ ഒരു തവണ വരാൻ സാധിക്കുന്ന കാലത്താണ് നമ്മളൊക്കെ ഭക്തൻ എന്ന വിശേഷണത്തിൽ അർഹനാവും. അപ്പം എന്താണെങ്കിലും ആ ഗിരിവലം വെക്കാന്ന് പറഞ്ഞൊരു വിശേഷമാണ്. ഇനി സുബ്രഹ്മണ്യ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതിൻ്റെ മുരുകന്റെ കോവിലിന്റെ ഗോപുരത്തിന്റെ മുകളിൽ കയറിയിട്ട് അരുണഗിരി താഴേക്ക് ചാടിയിരുന്നു. അങ്ങനെ പിടിച്ച് കുത്തുകല്ലുമായി ഇരുത്തിയിട്ട് ചുമ്മാ പറഞ്ഞു. ഞാൻ അനവധി തവണ പറഞ്ഞ കഥയാണ്. കന്ദരനുഭൂതി മുഴുവൻ പറഞ്ഞു വെച്ച യൂട്യൂബ് കിടപ്പുണ്ട്, താല്പര്യമുള്ളവരും കേൾക്കാം. അരുണഗിരി എത്ര വൃത്തികെട്ട ജീവിതമാണ് നയിച്ചിരുന്നതെന്നും മുരുകൻ എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു എന്നും കുഷ്ഠരോഗം മുഴുവൻ മാറിയപ്പോൾ തപസ്സെന്ന് ഉണർന്നപ്പോൾ നീ എന്നെ പറ്റി പാടുകയെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പാടാനാണ്? ഞാൻ സ്ത്രീ സൗന്ദര്യം പാടി കവിതയെ നശിപ്പിച്ചില്ലേ പറഞ്ഞു. നാക്ക് നീട്ടുക പറഞ്ഞു. വേര് തിരിച്ചു പിടിച്ച് നാക്കിലെഴുതി ഓങ്കാലെഴുതി ഇനി പാടുക. ആ ഇനി പാടാന്ന് പറഞ്ഞപ്പോൾ ആ തിരുവണ്ണാമല ക്ഷേത്രത്തിൽ നിന്ന് പാടിയത് തിരുനകെ അത്തിരവണമുത്തൊരു വിത്തും ഗുരുവരയനബോധം. ഇങ്ങനെ വിശേഷമായിട്ടുള്ള അനവധി കഥകളുള്ള തിരുവണ്ണാമല ക്ഷേത്രം. അത് കഴിഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ള ശ്രീകാലഹസ്തി. തിരുപ്പതിയിൽ നിന്ന് നമ്മളൊരു 14 കിലോമീറ്റർ ദൂരേക്ക് ചെല്ലുമ്പോൾ വിജയനഗരം സാമ്രാജ്യം പുതുക്കിപ്പണിത ഒരു ക്ഷേത്ര സ്ട്രക്ചറിൽ നിന്നുള്ളത്. അവിടുത്തെ ഗോപുരം കഴിഞ്ഞ കുറച്ച് വർഷം 2007 ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ആ ഗോപുരം ഇങ്ങനെ ചെയ്തു നിൽക്കുകയും അത് കഴിഞ്ഞ് കുറച്ച് കൊല്ലപ്പോൾ മാറിഞ്ഞ് കെട്ടി വീണു, പൊളിഞ്ഞ് തവടായി. അതിൽ 1-2 പേര് മരിക്കുകയും ചെയ്തു. ഇപ്പൊ പുനർനിർമ്മാണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഗോപുരം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. മീനാക്ഷിയുടെ തെക്കേ ഗോപുരം പോലെയാണ്. എപ്പോൾ പണി കഴിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല. അത് പൂർത്തിയായ ലോകാവസാനം എന്തൊക്കെയാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു ക്ഷേത്രം, വായുലിംഗം ഇരിക്കുന്ന സ്ഥലം, ശ്രീകാലഹസ്തി എന്ന് പൂർണ്ണമായിട്ടും പറയണം. അവിടെ വെറുതെ നമ്മൾ ഒരാളെ പേരിന് പറയുമ്പോൾ ആ ശ്രീ ചേർത്ത് പറയൂ. നമ്മളെങ്ങനെയാണ് ഇവിടെ ഒരാളുടെ പേരിന് മുന്നിൽ ഇവിടെ സർവശ്രീ എന്ന് വെക്കണം. സ്വാമിച്ചിരിക്കരുത്. സർവശ്രീ എന്ന് വെക്കണം ബ്രോഷറിന് എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാണ് ഇവിടെ ആൾക്കാർക്ക്. പക്ഷെ ഈ ശ്രീ എന്ന് വെക്കുന്നത് ഒരു കാരണമാണ്. കാലഹസ്തി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി അമ്മയെന്നല്ല, ശരി, അമ്മ പ്രതിഷ്ഠിച്ച ലിംഗമാണ് എന്ന് സൂചനയുണ്ട്. പക്ഷെ അത് ലോകത്തിന് വെളിപ്പെട്ടത് വളരെ വിശേഷമായിട്ടുള്ള രീതിയിൽ. ഈ കാലഹസ്തി ക്ഷേത്രത്തിന്റെ പുറകിലൊരു മലയുണ്ട്, അവിടെ ഒരു ശിവലിംഗമുണ്ട്. അവിടെയാണ് അർജുനൻ പാശുപതാസ്ത്രത്തിന് തപസ് ചെയ്തതെന്നൊരു സങ്കല്പം. ആ ശിവലിംഗത്തിലാണ് പന്നിയുടെ രക്തം വിറ്റ് വീഴുന്ന മാംസം കയ്യിൽ കൊണ്ടുവന്ന് മുടിയിൽ പൂക്കൾ തിരികെ വെച്ച് വായിൽ വെള്ളം നിറച്ച് വന്ന് കണ്ണപ്പൻ തുപ്പി അഭിഷേകം ചെയ്യുകയും മുടി കുടഞ്ഞ് പുഷ്പങ്ങൾ ഇടുകയും പന്നിമാംസം നേദിക്കുകയും ചെയ്തിരുന്ന സ്ഥലം. അവസാനം ഭഗവാന്റെ കണ്ണ് പോയപ്പോൾ തൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് വെച്ചു കൊടുത്തു. ഇത് നടന്നത് ആ മുകളിലുള്ള മലയിലാണ്. നമ്മൾ ഈ കാലഹസ്തി ക്ഷേത്രത്തിനുള്ളിൽ നടക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ ഒരു കിളിവാതിൽ കാണും. അതിനി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. വെറുതെ തൊഴുത് പുറത്തിറങ്ങുന്ന ഒരാളെ ചോദിച്ചാൽ പറഞ്ഞു തരും. ആ കിളിവാതിനെ കൂടെ നമ്മുടെ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാണാം ആ മല, ആ ശിവലിംഗം. അവിടുന്ന് അത് ദർശിക്കുന്നത് വളരെ വിശേഷമാണ്. ഒരു കിളിവാതിൽ ഈ മേൽക്കൂലി. കാലഹസ്തി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ലിംഗം വായു ആയതുകൊണ്ട് അതിൽ പൂജാരിക്ക് പോലും സ്പർശിക്കാൻ പാടില്ല. കാരണം പൊടിഞ്ഞു. വളരെ നൈസായിട്ടുള്ള ഒരു മെറ്റീരിയലാണത്. അത് എന്താ മെറ്റീരിയൽ എന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ മുന്നിൽ ഒരു കവചം വെച്ചിട്ടുണ്ട്, 9 പടി. അതിന് നവഗ്രഹ പടി എന്ന് പറയും. ഒരു കോണി പോലെ ഉണ്ടാവും, ഒരു ഏണിപ്പടി വരും. ഇവിടെ ഈ ശിവന്റെ ലിംഗങ്ങളുടെ ചില ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ കാലഹസ്തി ക്ഷേത്രത്തിന്റെ കണ്ട ഒരു ഏണിപ്പടി വെച്ചിട്ടുള്ള പോലെ ഉണ്ടാവും. 9 പടി ഉണ്ടാവും, നവഗ്രഹ പടി. അതിലാണ് അലങ്കാരമൊക്കെ ചെയ്യുന്നത്. അതിൽ നിന്ന് കാറ്റ് സദാ വഹിച്ചുകൊണ്ടിരിക്കും. അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ അന്തരീക്ഷം കാണിക്കുന്നത്. വായു സദാ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അടച്ചു കെട്ടിയിട്ടുള്ള ശ്രീകോവിലിലുള്ള സകല വിളക്കുകളും വിറച്ചുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും എവിടുന്ന കാറ്റ് വരണം നമുക്കറിയാം. ആ കയറുന്ന ഭാഗത്ത് നിന്ന് ഇടതുവശത്ത് കണ്ണപ്പ നായനാരുടെ ഒരു പ്രതിമ കാണാം. കാലഹസ്തി രാഹുക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ടാണ് അവർ രാഹുകേതു ദോഷത്തിനുള്ള പൂജയ്ക്ക് അവിടെ പോകുന്നത്. അതിൻ്റെ ഉത്ഭവം എങ്ങനെയാ വെച്ചാൽ, പണ്ടത്തെ ഒരു കാലത്ത് കാട്ടിൽ ഈ ശിവലിംഗം ആരും അറിയാണ്ട് കിടന്ന കാലത്ത് ഒരു ആന ആ വഴിക്ക് വന്നപ്പോൾ ഈ ശിവലിംഗത്തിനോടൊരു താല്പര്യം തോന്നിയിട്ട് അതിനെ പൂജ കഴിക്കാനായിട്ട് തുമ്പിക്കൈയിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ച്, കുറച്ച് പൂക്കളൊക്കെ പറിച്ച്, കുറച്ച് പഴങ്ങളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് അത് ചീറ്റി വെള്ളം ഒഴിച്ച് പൂവിടും, പുഷ്പം എടുക്കും. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് ഒരു ദിവസം വന്നപ്പോൾ താനിട്ട പൂക്കളൊക്കെ ആരോ ഇങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ടിട്ട് അവിടെ മുകളിൽ കുറെ കല്ലുകളുണ്ട്. ശിവലിംഗത്തിന്റെ മേലെയൊക്കെ തളങ്ങണ കല്ലുകൾ. ആനയ്ക്ക് മനസ്സിലായില്ല, അതൊക്കെ കോടിക്കണക്കിന് രൂപ വിലയുള്ള വജ്രങ്ങൾ, നാഗമാണിക്യങ്ങളായി. അപ്പം ആന അതൊക്കെ പൊമ്പിക്ക് വേണ്ടി തട്ടിയിരുന്നു. പിറ്റേ ദിവസം വന്നപ്പോൾ വീണ്ടും അവിടെയൊക്കെ തട്ടി. സംഭവം എന്താ വെച്ചാൽ രാത്രി ആകുമ്പോൾ ഒരു സർപ്പം വന്നിട്ട് പൂജ കഴിക്കും, നാഗമാണിക്യം വന്നു.
അപ്പൊ സർപ്പം വിചാരിക്കുകയാണ് ഞാനീ കൊണ്ടുവന്നിടുന്നതിനൊക്കെ ആരാണ് ഈ തട്ടി വെറും കല്ലിനെ പോലെ താഴേക്കണം, ഇത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് സർപ്പം ഒളിച്ചിരിക്കുക. ആനയും നിശ്ചയിച്ചു ഞാൻ ഈ ഇടുന്ന പൂക്കളൊക്കെ ആരാ നശിപ്പിക്കണം, ഇത് കണ്ടുപിടിക്കണം. അങ്ങനെ രാവിലെ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന സമയത്ത് ആന ഈ കല്ലുകളെ ഇങ്ങനെ മാറ്റുമ്പോൾ സർപ്പം ഒളിച്ചിരുന്നിട്ട് അങ്ങനെ ആനയുടെ തുമ്പിക്കൈയിട്ട് ഉള്ളിലേക്ക് വിടുന്നു. അത് കയറി മസ്തകത്തിന്റെ ഉള്ളിലെത്തിയപ്പോ ആന ആ പ്രാണവേദനയിൽ തല കൊണ്ട് ആഞ്ഞവിടെ ശിവലിംഗത്തിന് ഇടിച്ചു. അകത്ത് കൊത്തി വിഷം കയറി ഇടിച്ച ഇടിയിൽ മസ്തകത്തോടു കൂടി ചേർന്നുകൊണ്ട് പാമ്പും മരിച്ചു ചതഞ്ഞിട്ട്. ഈ ഇടിച്ച ഇടിയിൽ ഇതിന്റെ മുകളിൽ ഒരു ചെലന്തി വലി ഉണ്ടായിരുന്നു. ആ ചെലന്തിയോടെ ചേർത്തിട്ടാ ശിവലിംഗത്തിൽ ഇടിച്ചത്. ചെലന്തിയും മരിച്ചു, ആനയും മരിച്ചു, സർപ്പവും മരിച്ചു. 3 പേർക്ക് മോക്ഷമായി. ചെലന്തിക്ക് സംസ്കൃതത്തിൽ പറയണ ഒരു വാക്കാണ് ശ്രീ. വിഷം അർത്ഥമാണ് ശ്രീ. അതുകൊണ്ടാണ് ഈ ശ്രീബീജം ചുമ്മാ കയറിയിട്ട് ചെല്ലരുത് പറയും. ശ്രദ്ധിക്കണം. മഹാലക്ഷ്മി ഡബിൾ സോഡ ഇരുതല മുറിച്ചുള്ള വാളാണ്. അപ്പോ ശ്രീ കാല ഹസ്തി, കാല സർപ്പം, ഹസ്തി ആന. ഇവർ 3 പേർക്ക് മോക്ഷം കിട്ടിയ സ്ഥലമാണ്. ഇത് കേൾക്കണത് തന്നെ രാഹുദോഷം മാറ്റുന്ന പറയും. രാഹുദോഷം എന്ന് പറയുക മനസ്സിലെ മാലിന്യം മനസ്സിലാക്കിയാണ്, അത് പോവും എന്ന് പറയും. അങ്ങനെ കണ്ണപ്പനാരുടെ കഥ കൊണ്ടും ഈ ആനയുടെയും ചെലന്തിയുടെയും സർപ്പത്തിൻ്റെയും കഥ കൊണ്ടും ഒക്കെ വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രം. അവസാനം 5ാമത്തെ ഭൂതസ്ഥലം പ്രസിദ്ധമായിട്ടുള്ള തില്ലൈ നടരാജ ക്ഷേത്രം എന്ന പേരോട് കൂടിയിട്ടുള്ള ചിദംബരം. ചിദംബരത്തിന്റെ മുകളിൽ ഒരു ശിവക്ഷേത്രം നമുക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ അവസാനിക്കില്ല. അനവധി ദിവസങ്ങൾ എടുക്കാം പറയണമെങ്കിൽ തന്നെ. ചിദംബര മഹാത്മ്യം പറയാൻ പറഞ്ഞ കാശിയുടെ മഹാത്മ്യം പറഞ്ഞ പോലെയാണ്. ആകാശത്തിനെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രമാണ്. പ്രപഞ്ചത്തിന്റെ നൃത്തം, താളം, അടിസ്ഥാന താളം, ആറ്റങ്ങളുടെ ഉള്ളിലുള്ള താളം എന്താണ് എന്ന് നമ്മളിന്ന് പറഞ്ഞു. ഇന്നിപ്പോ നമ്മുടെ ഈ വലിയ ഹിഗ്സ് ബോസോണിന്റെ ഒക്കെ എക്സ്പെരിമെന്റ് നടക്കണ വേൾഡിലെ ഏറ്റവും വലിയ ലാബറട്ടറികളുടെ സെൻട്രൽ ഹാളിൽ ഭാരതത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ള നടരാജ ശില്പമാണ് ഇരിക്കുന്നത്. കാരണം അണുവിന്റെ അടിസ്ഥാന താളം നടരാജ നൃത്തത്തിലാണ് പ്രാചീന ഋഷിമാര് കണ്ടെത്തിയെന്നുള്ളത്. സയൻസാണ് ഇതെന്നല്ല, ഋഷിമാര് സഞ്ചരിച്ച വഴി, ആധുനിക ശാസ്ത്രം വരുന്ന വഴി വേഗം ഒരു പോയിന്റിൽ വെച്ചിട്ട് സന്ധിക്കുകയാണ്. ഒരിക്കലും കയറിയിട്ട് നമ്മുടെ ഹൈന്ദവമായിട്ടുള്ള ധർമ്മത്തിന്റെ അകത്ത് ആ സയൻസ് ഉണ്ട് ഈ സയൻസ് ഉണ്ട് എന്നുള്ള വെട്ടിത്തരം വിളിച്ചു പറയും. ആൾക്കാർ കളിയാക്കുന്നതാണ്. നമുക്കതിൻ്റെ ആവശ്യം. നമ്മുടെ ഋഷിമാര് അകത്തേക്ക് നോക്കി കണ്ടെത്തിയത് പുറത്തന്വേഷിച്ച് അവർ കണ്ടെത്തുന്നു. അതിന് പോയിന്റ് എത്തുമ്പോൾ ഏകീകരണം സംഭവിക്കുന്നു എന്ന് മാത്രം. രണ്ട് മാർഗങ്ങളാണ്. അല്ലാണ്ട് അത് ഇതാണെന്ന് ഒരിക്കലും പറയുന്നു. അത് മഹാ അപകടം. അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്ക് ഇനിയും കണ്ടെത്താനിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അവർ മെല്ലെ കണ്ടെത്തി വരട്ടെ. അതുകൊണ്ട് ആരെയും ഇതാണ് അതിൻ്റെ പുറകിലെ സയൻസ് എന്നൊന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊന്നും മെനക്കെടാൻ നിൽക്കുന്ന ആവശ്യം. ഞാൻ നടരാജമൂർത്തിയെ കുറിച്ച് മുമ്പ് പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ലെവൽ 11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ അതിൻ്റെ വിസ്തരിച്ചിട്ട് ഇതിൻ്റെ സയൻസ് പറയാൻ വേണ്ടിയിട്ട് അവർ ചോദിച്ചപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് താല്പര്യം കഴിഞ്ഞ ചിദംബരത്തിനെ കുറിച്ച് അതിൻ്റെ കുറേ സ്ട്രക്ചറുകളെ അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ശ്വാസത്തിൻ്റെ എണ്ണം, ശരീരത്തിലെ നാഡികളുടെ എണ്ണം, കൺകോലിലും അതിലുള്ള ഓടുകളുടെ എണ്ണം വരെ ഇതിന് ഈക്വാലൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ ശരീരമാണ് ചിദംബരം എന്ന് പറയും. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു അറയാണ്. കൊടുങ്ങല്ലൂരിൽ അറ പോലെ. കൊടുങ്ങല്ലൂരിൽ പ്രധാന പ്രതിഷ്ഠ ശരിക്കും നമ്മൾ നേരെ നോക്കണ കാടിയല്ല, സൈഡിലിരിക്കുന്ന ആളാണ്. ആ ആളെ നമ്മൾ സൈഡിൽ നോക്കിയാലേ കാണുള്ളൂ. ആ നമ്മുടെ നേരെ നട എന്നും അടച്ചിട്ടുണ്ട്. അത് തുറക്കും തമ്പുരാൻ വരുമ്പോൾ. പക്ഷെ തമ്പുരാൻ നമസ്കരിച്ച് കിടക്കുകയായിരിക്കും. തമ്പുരാൻ നമസ്കരിക്കുമ്പോൾ തുറക്കും, തമ്പുരാൻ എണീക്കുമ്പോൾ അടയ്ക്കും. അതുകൊണ്ട് തമ്പുരാനും കാണാറില്ല. അത് കണ്ട ഒരാളും കൊടുങ്ങല്ലൂർ കുഞ്ഞോട്ടം തമ്പുരാനാണ് അവസാനം. അദ്ദേഹം അത് കഴിഞ്ഞ് ഉടനെ പോയിട്ട് ശരീരം വിടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് മോക്ഷ സമയമായി. അപ്പൊ അദ്ദേഹത്തിന് മാത്രം അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നേരെ ആ അറ പോലെയാണ് ചിദംബരത്തെ അറ. ആ അറയുടെ അകത്ത് എന്താന്ന് ആർക്കുമാണ്. അതുകൊണ്ടാണ് തമിഴിൽ ഒരു പ്രയോഗമുണ്ട്, ചുരുളറിയാത്ത രഹസ്യങ്ങൾക്ക് ചിദംബര രഹസ്യം എന്ന്. അതിൻ്റെ അകത്തെന്താന്ന് ആർക്കില്ല. തിരുമൂല നായനാരുടെ സമാധിയാണെന്നാണ്. തിരുമന്ദിരം എഴുതിയ തിരുമൂല നായനാരുടെ സമാധിയായിട്ടാണ് അതിനെ പറയുന്നത്. നമ്മൾ അതിൻ്റെ ഒരു കിടിവാതിലുണ്ടാവും. കിടിവാതിൻ്റെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ നരുത്ത വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ എന്തോ തിളങ്ങണമാണ്. കൂവളത്തിൻ്റെ സ്വർണ്ണക്കൂളത്തിൻ്റെ ഒരു മാല പൊങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം എന്താന്ന് ആർക്കും ഇരുട്ടം. അതാണ് നമുക്ക് ആകെ കിട്ടുന്ന ദർശനം. അതിന് തൊട്ട് ഇപ്പം ഇതാണ് അറാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെയാണ് നടരാജൻ, ഇവിടെ ശിവകാമസുന്ദരി.
ഇങ്ങനെയാണ് വിഗ്രഹങ്ങൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ അനവധി ചിദംബരം ക്ഷേത്രത്തിനെ കുറിച്ച് അനവധി വിഷയങ്ങൾ പറയാനുണ്ട്. ചിദംബരത്തെ വിഗ്രഹം തന്നെയാണ് ഉത്സവമൂർത്തി. അകത്തുള്ള ബിംബം തന്നെയാണ് പുറത്തേക്ക് എഴുന്നള്ളിക്കുക. അത് ഭഗവാനെ കൊണ്ടുവരുമ്പോൾ അത് തോളത്തെടുത്തിട്ട് ആട്ടിയാട്ടിയിട്ട് ആ ചേട്ട ഇങ്ങനെ ആട്ടി വരുന്നമാതിരി ആ ചേട്ട പ്രദോഷ നൃത്തത്തിന്റെ ഒരു ഭാവം വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാനും രഥപ്രയാണവും ഉണ്ട് ചിദംബരത്തിൽ. ജൂൺ ജൂലൈ മാസത്തിലാണ് വരിക. അപ്പോ മനുഷ്യ ശരീരം, ശ്വാസം, പഞ്ചഭൂതങ്ങൾ, ആകത്തുക, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ചിദംബരം. പതഞ്ജലി മഹർഷിക്കും വ്യാഘ്രപാദ മഹർഷിക്കും ഭഗവാൻ തിരുനടനം കാണിച്ചു കൊടുത്ത സ്ഥലം എന്നാണ് ചിദംബരം. ഗുരുവായൂരപ്പൻ പള്ളി കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണുനീരണിഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി ചിരിക്കുന്ന കണ്ടപ്പോൾ ഭഗവാൻ ഉണരുമ്പോൾ ചോദിക്കണം എന്ന് കരുതിയിട്ട് ഭഗവാൻ ഒന്ന് ഉണർന്നപ്പോൾ അതിശേഷം ചോദിച്ചു അത്രേ, ഭഗവാനെ അങ്ങ് എന്ത് കണ്ടിട്ടാണ് ഇത്ര സന്തോഷമായിട്ട് ചിരിക്കണ്ടായിരുന്നത്? ഞാൻ അങ്ങേ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങയുടെ മുഖം ഇത്രയ്ക്ക് അരുമയായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ മഹാദേവന്റെ നൃത്തം കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ എനിക്കത് കാണാൻ ഭാഗ്യം ഉണ്ടാവുമെന്ന് ചോദിച്ചു. കാണണോ നമുക്ക് ചോദിച്ചു. അങ്ങനെ കൊടുത്ത ജന്മാത്ര പതഞ്ജലിയുടെ. പതഞ്ജലി വീണ് നമിക്കണമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വീണ് തൊഴുക. എവിടെ ശിവനെ കണ്ടോ അവിടെ വീണ് തൊഴുക. അദ്ദേഹമാണ് അഷ്ടാംഗയോഗത്തിന്റെ പിതാവും. ചിത്തവൃത്തി നിരോധമാണ് യോഗം എന്ന് നമ്മളെ പഠിപ്പിച്ചത് ആ മഹാത്മാവാണ്. മറ്റേത് അസുരനായിരുന്നു, വ്യാഘ്രപാദൻ, ഘരപ്രകാശം എന്ന് പറയും. ആ ഘരപ്രകാശ മഹർഷി അഥവാ വ്യാഘ്രപാദ മഹർഷി പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹം പ്രതിഷ്ഠിച്ചതാണ് വൈക്യവും കടുത്തുരുത്തിയും ഏറ്റുമാനൂരും. അദ്ദേഹത്തിന്റെ സമാധി സ്ഥാനം വ്യാഘ്രപാദപുരം അഥവാ വൈക്യമാണെന്നാണ്. അദ്ദേഹത്തിനും പതഞ്ജലിക്കും കൂടെ ഭഗവാൻ തില്ലൈ വനത്തിൽ വെച്ചിട്ട് കൊടുത്ത ദർശനം, അത് പണ്ടത്തെ കാലത്ത് മഹർഷിമാരവർ യാഗം ചെയ്തിരുന്നതും അപ്പോൾ അവരുടെ ഇടയിൽ അവരുടെ അഹങ്കാരം സമർപ്പിക്കാൻ ഭഗവാൻ വസ്ത്രങ്ങളില്ലാതെ പ്രത്യക്ഷപ്പെട്ടതും ഋഷിമത്തിമാർ അദ്ദേഹത്തിൽ മോഹിച്ചതും അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ അഗ്നിയിൽ നിന്ന് ആനയും പുലിയും ഒക്കെ സൃഷ്ടിച്ചപ്പോൾ ഭഗവാൻ കുഴിത്തോല് കീറിയെടുത്ത് ശരീരത്തിനൊടുത്തതും ആനത്തോല് കീറി തന്നെ മുതച്ചതും മൊയലകൻ എന്ന് പറഞ്ഞ അസുരനെ ഉണ്ടാക്കിയപ്പോൾ അവരെ കാലിന്റെ കീഴിലിട്ട് ചവിട്ടി അതിന്റെ മുകളിൽ കയറി നൃത്തം ചെയ്തു. ഇതൊക്കെ ചിദംബര നമനത്തിന്റെ വലിയ വലിയ കഥകളാണ്. നമുക്ക് സമയമില്ല, അതുകൊണ്ട് മറ്റൊരവസരത്തിൽ സമയം തരികയാണെങ്കിൽ പറയാം. അപ്പൊ എന്താണെങ്കിലും ഈ വിധത്തിലൊക്കെയുള്ള ഈ പഞ്ചഭൂത സ്ഥലങ്ങൾ മുക്തിയുടെ ശാസ്ത്രത്തിനെയാണ് പഠിപ്പിക്കുന്നത്. മുക്തിയുടെ ശാസ്ത്രം, മോക്ഷത്തിന്റെ ശാസ്ത്രം, സയൻസ് ഓഫ് ലിബറേഷൻ. ഇത് എങ്ങനെ സംഭവിക്കുന്നു ഇത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ ദർശനം എന്താ പറയുക നമ്മൾക്ക് സാക്ഷാത്കാരത്തെ നൽകുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് എന്താ വെച്ചാൽ, ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നതിനും ആചാരങ്ങൾ ഉണ്ടാവുന്നതിനും ഈ പറഞ്ഞ പുരാണ കഥകൾ ഉണ്ടാവുന്നതിനും ഒക്കെ മുമ്പ് തന്നെ മനുഷ്യൻ അംഗീകരിച്ചിരുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്. എപ്പോഴും ഒരു പ്രശ്നത്തിൽ നിന്നാണ് സൊല്യൂഷൻ ഉണ്ടാവുക. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യം ഉണ്ടാവും, അപ്പോഴേ നമ്മളതിന് പോംവഴി കണ്ടെത്തും. എല്ലാം ശരിയാണ് എന്ന് തോന്നുന്ന സമയത്തും ഒക്കെ ഓക്കെ ആയിരിക്കുമ്പോഴും ജീവിതം എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഭാരമുള്ളതാകുന്നത്, ഇത്രയ്ക്ക് ഇമോഷണൽ ആവുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം ഉണ്ടെങ്കിലും എന്താണ് ഇത്ര അസ്വസ്ഥത? അല്ലെങ്കിൽ ഒന്നും വേണ്ട, ശൂന്യത, ഒക്കെ ശൂന്യം 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 എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? എത്ര സമ്പൽ സമൃദ്ധിയിൽ ഇരിക്കണമെന്ന് തോന്നുന്നുണ്ട്, താഴെത്തട്ടിൽ ഇരിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇനി ജീവിതത്തിൽ ഒരു പ്രശ്നവും സീമിംഗിലി പുറത്തേക്കില്ലെങ്കിലും ഒരു മീനിങ് ഇല്ലതുള്ളൂ എന്നും. ഈ പ്രശ്നം ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പും ഈ പുരാണങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പും എല്ലാ കാലത്തും മനുഷ്യന്റെ, നമ്മളത് ഈ ബുദ്ധിജീവികളുടെ വാക്കിൽ 70കളുടെ ബുദ്ധിജീവികളുടെ ഭാഷയിൽ അസ്തിത്വ ദുഃഖം എന്ന് പറയും. അസ്തിത്വ ദുഃഖം, എക്സിസ്റ്റൻഷ്യൽ ഡിലമ എന്ന് പറയും. അതിനെ നമ്മൾ കളിയാക്കാറുണ്ട്. താടി നീട്ടിയൊക്കെ വളർത്തി കുളിക്കാണ്ട തോളത്ത് സഞ്ചിയൊക്കെ തൂക്കി, എന്താണോ തന്നെ പ്രശ്നം? അസ്തിത്വ ദുഃഖം. അതാണ് 70കളുടെ ചെറുപ്പക്കാരുടെ 80കളുടെ തുടക്കം വരെയും അസ്തിത്വ ദുഃഖത്തിലാണ് മലയാളി ചെറുപ്പക്കാർ ജീവിച്ചത്. ഈ അസ്തിത്വ ദുഃഖം പക്ഷെ എന്നും മനുഷ്യനുണ്ട്. അതിനൊരു ബുദ്ധിജീവി പരിവേഷം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പാടത്ത് പണിയെടുക്കുന്നവനുണ്ട്, കൊട്ടാരത്തിരിക്കുന്നവനുണ്ട്, എല്ലാവർക്കും ഉണ്ട് അസ്തിത്വ ദുഃഖം. അപ്പോൾ ഭാരതീയമായിട്ടുള്ള ജ്ഞാനം, ഋഷിമാരിൽ നിന്ന് വന്നിട്ടുള്ള ജ്ഞാനം ഇതിന് ഉത്തരം കൊടുത്തത്, നോക്കൂ, നമ്മളെപ്പോലെ സൈക്കോളജി ഇത്ര നന്നായി പഠിച്ച ആൾക്കാർ വരുന്നുണ്ടായിരുന്നില്ല. ഗംഭീര മനഃശാസ്ത്രജ്ഞന്മാരാണ്. ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്, ഭൂമണ്ഡലത്തിൽ നടന്ന ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞന്റെ അപ്പുറത്ത് ആ ക്ഷേത്രത്തിലിരിക്കുന്നു ഗുരുവായൂരപ്പൻ. അതിൻ്റെ മുകളിൽ മനസ്സിനെ അറിഞ്ഞ ഒരു ആളുണ്ടായിട്ടില്ല ഈ ഭൂമിയിൽ. മനുഷ്യന്റെ മനസ്സെന്താന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ ചിന്തകളൊക്കെ ഇരിക്കെ തന്നെ മനഃശാസ്ത്രപരമായിട്ടല്ല ഋഷിമാര് മനുഷ്യന്റെ ചിന്തകളെ
മനസ്സിലാക്കാൻ ശ്രമിച്ചത്, മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഭഗവാൻ ത്രിഗുണങ്ങളിൽ കൂടെ മനുഷ്യനെ വ്യാഖ്യാനിച്ചിരുന്നു. സത്വം, രജസ്, തമസ്. അതിൻ്റെയും ഫണ്ടമെന്റലിൽ പോയിട്ടാണ് ഋഷിമാര് ഇതിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ അന്വേഷിച്ചു. അവരന്വേഷിച്ചു എപ്പോഴാണ് ഒരു വസ്തുവിൽ പ്രശ്നമുണ്ടാകുന്നത്. ആ വസ്തുവിനെ ഉണ്ടാക്കുന്ന മെറ്റീരിയലിൽ കുഴപ്പമുള്ളതെങ്കിലാണ് വസ്തുവിൽ പ്രശ്നം വരിക. നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ എന്താ? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ 5 ഭൂതങ്ങളിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലും പ്രശ്നമുണ്ടാവും, മനസ്സിലും പ്രശ്നമുണ്ടാവും. പണ്ടത്തെ കാലത്ത് സാധനാവാദങ്ങളിൽ പോകുന്ന ശിഷ്യന്മാര് ധ്യാനം ഉറയ്ക്കുന്നില്ല, മന്ത്രം ശരിക്കും വർക്കാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഗുരുനാഥന്മാർ അവൻ്റെ ഏത് ഭൂതത്തിനാണ് കുഴപ്പമുള്ളതെന്ന് മനസ്സിലാക്കി ആ ഭൂതത്തിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതോടുകൂടി അവർക്ക് ഉറക്കം കറക്റ്റാവും, ധ്യാനം കറക്റ്റാവും, ജപം കറക്റ്റാവും, എന്തും കറക്റ്റാവും. ഇത് മനസ്സിലാക്കി ചേർക്കും. കാരണം നമ്മുടെ ഫണ്ടമെന്റൽ നട്ട് ബോൾട്ടും അതാണ്. ആ നട്ട് ബോൾട്ടോട് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഇത് വെറും പദാർത്ഥങ്ങളാണ്, ഇത് വെറും ഓബ്ജക്റ്റുകളല്ല. ആകാശം എന്ന് പറഞ്ഞ ഒരു സാധനം, വായു എന്ന് പറഞ്ഞ ഒരു ഓബ്ജക്റ്റ്, അങ്ങനെയല്ല. ഇത് അനുഭവങ്ങളുടെ ഭാവമാണ്. നോക്കൂ, അവൻ തീ പോലെ ഇരിക്കും അവനെ കണ്ടാൽ. നമ്മളങ്ങനെയല്ലേ പറയാം അല്ലേ? അയാൾ ആകാശത്തിനെ പോലെ നിർമ്മലനാണ്, വായുവിനെ പോലെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണവനാണ്, ജലം മാതിരിയാണ്. അത് പിന്നെ എല്ലാവരും കുറേ ഉണ്ട്, വെള്ളം പോലെ കിടക്കുന്നത്. പിന്നെ ഭൂമിയെ പോലെ ക്ഷമ. അതുകൊണ്ട് അനുഭവങ്ങളുടെ ഭാവത്തിലാണ് പഞ്ചഭൂതങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഭയം, സ്നേഹം, ആഗ്രഹങ്ങൾ, അതിൻ്റെ അഭിലാഷം, ഉത്കണ്ഠ, നിശബ്ദത, ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്നത് സകലതും ഈ ഭൂതസ്വഭാവമാണ്. ഒരാൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന മറ്റൊരാളെ എത്ര കുത്തിയാലും അടിച്ചിരിക്കുക സമ്മതിക്കില്ല. നമ്മുടെ ഒരു നടൻ പണ്ട് ഞങ്ങൾ സെറ്റിലും പറയും, വേറൊന്നും ഞാൻ പറയില്ല, അയാളുടെ മുഖത്തൊന്നും വരില്ല, പക്ഷെ അയാൾ നായക നടനായി പോയി. അതുകൊണ്ട് അയാളുടെ കുടുംബത്തിനാൾ മരിച്ചു കിടക്കണം, കൊലപാതകമാണ്. അപ്പൊ ഡോറ് തുറന്നു നോക്കുമ്പോൾ ഞെട്ടണം. പഴയൊരു ഡയറക്ടറാണ്, മുഖത്ത് ക്ലോസപ്പ് വെച്ചിരിക്കുക, എന്ത് ചെയ്തിട്ടും മുഖത്തുമില്ല. ഓരോ തവണ ടേക്കും തുറക്കും, വീണ്ടും തുറക്കും, മുഖത്ത് ഭാവം വരുന്നില്ല. അവസാനം പാപ്പടം പോലും പഴിപ്പിച്ചു വെച്ചു അത്ര. അപ്പം മുഖം ഇങ്ങനെ ആക്കി, അത്രയും ഭാവം വന്നു. അതെന്താ വെച്ചാൽ ആ നിർമ്മിതി അതങ്ങനെയാണ്. വേറെ ചിലർക്കുണ്ട് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും ഇവിടെ പൊട്ടും, ഉറക്കം ചിരിക്കും, ഉറക്കം കരയും, പെട്ടെന്ന് മോഹിക്കും. ആ നിർമ്മിതി അങ്ങനെയാണ്, ഭൂതസ്വഭാവമാണ്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണോ? അപ്പോൾ ഒന്നിലധികം ഭൂതങ്ങളോ ശക്തി വർദ്ധിക്കുകയോ കുറയുകയോ അല്ലെങ്കിൽ തെറ്റായിട്ട് തിരിച്ചറിയപ്പെടുകയോ, അഗ്നിയെ വായുവായിട്ട് ചിന്തിക്കുക, വായുവിനെ അല്ലെങ്കിൽ ജലമായിട്ട് തോന്നുക, അതായത് ഒന്നിന്റെ ഭാവത്തിനെ വേറൊന്നിന്റെ ഭാവമായിട്ട് തോന്നിയാൽ ആശയക്കുഴപ്പമാണ്. അവനവനെ തന്നെ തിരിച്ചറിയാൻ നമുക്ക് പറ്റാത്തത് ഈ ഭൂതങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തതാണ്. ഇത് സിദ്ധന്മാരുടെ മാർഗമാണ്. മുരുകനാണ് ഇതിന്റെ രാജാവ്. അദ്ദേഹത്തിന്റെ നേരെ ഇരുന്നത് ഈ അർത്ഥത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞത്. അപ്പോ ഈ ആശയക്കുഴപ്പത്തിനെ ബുദ്ധി കൊണ്ടല്ല അനുഭവത്തിൽ കൂടെ ഇരുത്തണം എന്നാണ്. അതായത് എൻ്റെ ശരീരത്തിൽ ആകാശത്തിന്റെ എലമെന്റിനെ ഞാൻ ആലോചിച്ച് നേരാക്കാൻ പറഞ്ഞാൽ നടക്കില്ല. അനുഭവിച്ച് മാറ്റാൻ വേണം. അനുഭവിച്ച് മാറ്റണമെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കും. അതിനാണ് ഈ പഞ്ചഭൂത സ്ഥലങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അവിടെ പോയാൽ മതി. അഗ്നിയിൽ കുഴപ്പമുള്ളവൻ തിരുവണ്ണാമല പോയാൽ മതി. അഗ്നി ഓവറായിട്ടുള്ളവൻ തിരുവണ്ണാമല പോയാൽ പ്രശ്നമാണ്. ജലം ബാലൻസ് ആയിട്ടുള്ളവൻ എന്താ പറയുക, തിരുവണ്ണാമല പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തേജസ് കുറവായിട്ടുള്ള അനുഭവപ്പെടും. കാരണം തീനെ എപ്പോഴും ജലം ശമിപ്പിക്കും. വായു വർദ്ധിച്ചിരിക്കുന്നവൻ തിരുവണ്ണാമല പോയി കഴിഞ്ഞാൽ ആളും. ഇത് വെച്ച് നിങ്ങൾ സാമാന്യ യുക്തി വെച്ച് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചോളൂ. പറയും, നമുക്കിപ്പോൾ അതിന് ആ ഓരോന്നും ഉദാഹരണ സഹിതം എടുത്ത് വിസ്തരിക്കാൻ സമയമില്ല. അപ്പോ ശിവനും ഭൂതങ്ങളും എന്ന് പറഞ്ഞാൽ, ശിവൻ ഈ പറയുന്ന ഭൂതങ്ങളിൽ ഒന്നല്ല. ശിവൻ എന്ന് പറഞ്ഞാൽ ഭൂമിയല്ല, ജലമല്ല, അഗ്നിയല്ല, വായുവല്ല, ആകാശമല്ല. ശങ്കരാചാര്യ സ്വാമികളുടെ പ്രസിദ്ധമായിട്ടുള്ള ദശശ്ലോകിയൊക്കെ ഓർത്താൽ മതി, നിർവ്വാണ ഷൺമൊക്കെ ഓർത്താൽ ഞാൻ അതല്ല 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 അതല്ല. അതാണ് ഈ ഭൂതങ്ങൾ ഉദിക്കും അസ്തമിക്കും, ഉണ്ടാവും ഇല്ലാതാവും, ഉണ്ടാവും ഇല്ലാണ്ടാവും. അതിനെ പറയണ വാക്കാണ് ഉദിക്കുക അസ്തമിക്കുക. പക്ഷെ അതെവിടെയാണ് ഉണ്ടാവുന്നത്? ബോധത്തിനുണ്ടാവും. കടലാണ്. പക്ഷെ കടലൊരു തിരയുണ്ടാവണം, ഉദിക്കണം, തല്ലി വീഴും, അസ്തമിക്കണം, ഉദിക്കണം, വീഴും. തിരയാണ് കടൽ നമ്മൾ പറയില്ല. കടലാണ്. തിരയുണ്ടാവാൻ ചില നേരത്തെ ഒരു ഭയങ്കര തിരയാണ്, ചിലപ്പോൾ തിരയേയില്ല. അതുമാതിരി ഭൂതങ്ങൾ ഉണ്ടാവുക അസ്തമിക്കുകയും ചെയ്യുന്ന ശിവനാകണ കടലിലാണ്. ശിവനാ ബോധമാണ്, കോൺഷ്യസ്നസ്, അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ്. അതുകൊണ്ടാണ് ശിവനെ നമ്മൾ ലിംഗരൂപത്തിൽ ആരാധിക്കുന്നത്.
എല്ലാം അവസാനം എവിടെ പോയി ലയിക്കണോ അത് ലിംഗം. ഈ ഭൂതങ്ങൾ ഉദിച്ച് അസ്തമിക്കുന്നത് എവിടെയോ അത് ലിംഗം. ഈ എല്ലാം ഉത്ഭവിച്ച് എല്ലാം നിലനിന്ന് എല്ലാം പോയി അസ്തമിക്കണോ, ഈ എല്ലാം എന്താ? ഈ അഞ്ചെണ്ണല്ലേ? ഈ എല്ലാം ഉണ്ടാക്കിയിട്ട് ഈ അഞ്ചെണ്ണം കൊണ്ടല്ലേ? അതുകൊണ്ട് ഭൂതങ്ങൾ ഉത്ഭവിച്ച് ഭൂതങ്ങൾ നിലനിന്ന് ഭൂതങ്ങൾ അവിടെ പോയിട്ട് അസ്തമിക്കണോ അത് ലിംഗം. അത് ശരീരമല്ല, അതൊരു വ്യക്തിത്വം, ഒരു ഇൻഡിവിജ്വല് പോലുമല്ല ശിവൻ. അത് ഇന്ന ആളാണ്. അത് നമ്മുടെ സൗകര്യത്തിനും സന്തോഷത്തിനും നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ ഗുരുനാഥനുള്ള ആ സ്നേഹം കൊണ്ട് ചിലർക്ക് മകൻ പോലും മഹാദേവൻ. അങ്ങനെയുള്ള ഭാവങ്ങൾ നമ്മൾ കൽപ്പിച്ചു കൊടുക്കണമുണ്ടോ? അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് ശരീരമുണ്ടോ? മഹാദേവന് ശരീരമുണ്ടോ? വ്യക്തിത്വം ഉണ്ടോ? വ്യക്തിത്വം ഒന്നുമില്ല. കഥ പോലും അല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ഋഗ്വേദം പറഞ്ഞ വഴി ഇതിന്റെ എല്ലാം അപ്പുറത്താണ്. നമുക്കറിയില്ല എവിടെയാണോ വാക്കുകൾ വഴികുട്ടി മടങ്ങണത്, ശ്രുതിഗീതയെ പറഞ്ഞതുപോലെ അതിന്റെ അപ്പുറത്താണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ലിംഗം പ്രതിനിധീകരിക്കുന്ന സകല രൂപങ്ങൾക്ക് മുമ്പുള്ള ശുദ്ധമായിട്ടുള്ള ചൈതന്യത്തിനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശിവനെ ഭൂതങ്ങളെയും കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഒറ്റ അമ്പലം പണിതാൽ പോരെ ഈ കറക്ഷൻ? എന്തിനീ 5 അമ്പലം പണിത് വെച്ചത്? ഈ 5 പേരെയും കൂടെ ഒന്നിച്ചൊരു സ്ഥലത്ത് ഇരുത്തി അതാകെ കുളമാവും. ഇതാകെ കുളമാവും. നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തത്വം 5 തവണ ആവർത്തിക്കണമെന്ന് കൊണ്ട് മുക്തി ലഭിക്കില്ല. ശിവന്റെ ആകാശം മാത്രം ഉപാസിച്ചുകൊണ്ടിരുന്ന മുക്തി ലഭിക്കില്ല. ആകാശം ബാലൻസ് ആവണം, വായു ബാലൻസ് ആവണം, അഗ്നി ബാലൻസ് ആവണം, ജലം ബാലൻസ് ആവണം. അതുകൊണ്ടാണ് ഇത് പണ്ടത്തെ കാലത്ത് ഒരൊറ്റ തീർത്ഥാടനം ചെയ്യണമെന്ന് പറഞ്ഞത്. ഒരു റണ്ണിൽ പോയിട്ട് വരണം. അതായത് ഈ വർഷം ഇവിടെ പോയി അടുത്ത വർഷം അവിടെ പോയി എന്ന് പറയുമ്പോൾ അതിന് ഫലം കുറയും എന്ന് പറഞ്ഞതിന്റെ കാരണം. കാരണം ഇതിപ്പോൾ കറക്ഷൻ സെന്റേഴ്സാണ്. നിങ്ങൾ ഒന്നും ചെയ്തില്ല, ജപിക്കുക പോലും ചെയ്തെങ്കിലും അവിടെ പോയി ഇരിക്കുക, മിണ്ടാതിരിക്കുക. അതിപ്പോൾ ഇവിടെ എങ്ങനെയാണ്? മമ്മിയൂരാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും അകത്തൊന്നും തൊഴേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ ഭഗവാന്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കയറുന്ന ആ ക്ഷേത്രം ശരീരമാണ്, വിഗ്രഹം ആത്മാവാണ്. ശരീരത്തിൽ എവിടെയെങ്കിലും പോയിട്ട് മിണ്ടാതിരിക്കുക, നിശബ്ദനായിട്ടിരിക്കുക, വർത്തമാനം പറയാതെ അവനവൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് വെറുതെ ഇരുന്ന ഒരു പുസ്തകവും കയ്യിൽ വേണം. കറക്ഷൻ കഴിയും. അവിടെ എന്തൊക്കെ കുഴപ്പമായിട്ടുണ്ടോ നമ്മൾ വന്നാൽ മുഴുവൻ തന്നെ അവിടെ ആ കോൺഫിഗറേഷനൊക്കെ കറക്റ്റാക്കി വെച്ച് ലെവലൊക്കെ കറക്റ്റാക്കി ഇനി കുറച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു മുഹൂർത്ത കാലമെങ്കിലും ഇരിക്കാൻ പറയും. 48 മിനിറ്റ് ഒരു മുഹൂർത്ത കാലം. ആ സമയത്തെങ്കിലും അപ്പോൾ മനുഷ്യന്റെ ബന്ധനങ്ങൾ എന്ന് പറയുന്നത് പല പല തട്ടുകളിലാണ് ഇരിക്കുന്നത്. ഓരോ പഞ്ചഭൂത സ്ഥലങ്ങളും ഓരോ എലമെന്റുകളെ വേർതിരിക്കും. നമ്മൾ ഫിൽട്ടർ ചെയ്യും. ഇപ്പൊ പെട്രോളിയത്തിന്റെ ഓളം ഡിസ്റ്റിലേഷനിൽ അങ്ങനെയല്ല, ആദ്യം ബിറ്റുമിൻ അല്ലെ, പിന്നെ അതിന്റെ ബോഡിക്ക് ഓരോന്ന് പെട്രോൾ ഇങ്ങനെ കയറി അവസാനം ഗ്യാസോലിൻ, ഇങ്ങനെയാണ് വേർതിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഇതിനെ വേർതിരിച്ചെടുക്കും. ഈ ക്ഷേത്രത്തിലിരിക്കുന്ന യന്ത്രങ്ങളാണ്. ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനത്തെ ക്ഷേത്രങ്ങളൊക്കെ മഹായന്ത്രങ്ങളാണ്. ഒരു ലാബാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കയറുന്നത് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ ശുദ്ധീകരണം അപ്പോൾ സംഭവിച്ചിരിക്കും. മാത്രമല്ല ഓരോ പഞ്ചഭൂത സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആകാശലിംഗമിരിക്കുന്ന ചിദംബരത്തിൽ ചെല്ലുമ്പോൾ ആകാശത്തിനെ മാത്രം സ്വീകരിച്ചിട്ട് ബാക്കി 4 എണ്ണത്തിനെ തള്ളിക്കണേ. കാലഹസ്തി ചെല്ലുമ്പോൾ വായുലിംഗത്തിനെ മാത്രം ശുദ്ധീകരിച്ചിട്ട് ബാക്കി എല്ലാറ്റിനെയും തള്ളിക്കണേ. വായു ശനിയാണ്, മനസ്സാണ്, രാഹുവാണ്. അതുകൊണ്ടാണ് മനസ്സിന് പ്രശ്നങ്ങൾ കൂടുതലുണ്ടെങ്കിൽ കാലഹസ്തിത്തോളം വളരെ വിശേഷമാണ്. കാരണം രാഹുവാണ് നമ്മുടെ മനസ്സിൽ കളങ്കണ്ടാക്കണം. എപ്പോഴും നമുക്ക് വേണ്ടാത്ത ചിന്ത. ഒരാൾ നല്ലത് പറഞ്ഞു തന്നാലും അവൻ എന്തോ ഉദ്ദേശിച്ചിട്ടാണ് എന്നെ സൂചിപ്പിക്കണം, എന്തിനും ഒരു കുറുക്ക് കാണും. അങ്ങനെയുള്ള ബുദ്ധിയുള്ളവരുണ്ട്. അത് രാഹുവാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ദുർഗുണത്തിനെയും നമുക്ക് ഈ ഭൂതങ്ങളിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. അത് വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു വിഷയം. നല്ല രസമാണ്. എന്നിട്ട് നമ്മൾ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ അയ്യേന്നും തോന്നും, ആഹാന്നും തോന്നും. ഒരേ സമയം എന്ത് ഗംഭീര സൃഷ്ടിയാണെന്ന് തോന്നും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കണമല്ലോ എന്ന് ഹന്ത ഭാഗ്യം ജനാനാന്ന് ഭട്ടതിരി കോമഡി ആയിട്ട് എഴുതിയ വരും. അഹോഭാഗ്യം ജനാനാന്ന് എഴുതുന്ന ആള് ഹന്ത എന്ന് പറയാം, കഷ്ടം ജനങ്ങളുടെ ഭാഗ്യം എഴുതി. എന്താ ആലോചിച്ചിട്ടോ? കാരണം ഇതുണ്ടായിട്ട് അറിയുന്നില്ലല്ലോ. ഒരാക്കല, ഒരു പരിഹാസം കൂടി ആ 1ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ അതുപോലെയാണ് ഇവിടെ. അതുകൊണ്ട് ബാക്കിയുള്ള മൂലകങ്ങളെ മാറ്റിയിട്ട് ആ സീക്കുന്നവനെ, അന്വേഷിക്കുന്നവനെ സത്യത്തിന്റെ മുന്നിൽ കൊണ്ടേട്ടങ്ങൾ നിർത്തുകയാണ്. അതാത് മൂലകങ്ങളെ ശുദ്ധീകരിച്ച് മാറ്റും. ഇത് പൂർണ്ണമായിട്ട് അനുഭവിക്കും. ആ അനുഭവത്തിനാണ് നമ്മൾ പോകുന്നത്. ആ അനുഭവത്തിന്റെ സമയത്ത് ഞാൻ എന്നുള്ള ഐഡന്റിറ്റി അവിടെ ഇല്ലാണ്ടാണ്.
ഇത് എനിക്കുണ്ടായ അനുഭവം എന്ന് പോലും പിന്നെ പറയാൻ പറ്റില്ല എന്ന് അത് യഥാർത്ഥത്തിൽ കിട്ടുകയും. അപ്പൊ ഇത് വാസ്തവത്തിൽ ഭക്തിയല്ല, ആത്മീയമായിട്ടുള്ളൊരു ശാസ്ത്രക്രിയ. സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ പറയുമല്ലോ, അതുമാതിരി ഇതൊരു സ്പിരിച്വൽ സർജിക്കൽ സ്ട്രൈക്കാണ്. പഞ്ചഭൂത സ്ഥലങ്ങളിൽ കയറി തൊഴുക പറഞ്ഞു. ചില ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരെ അവർ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത ദുരിതം തുടങ്ങും. അത് ഭഗവാൻ ശമിച്ചിട്ടല്ല, നിങ്ങളുടെ പണ്ടത്തെ ഒരു കയ്യിലിരിപ്പ് അവിടെ ട്രിഗറാണ്. പഴയ ഒരു ഫയൽ അവിടെ നിന്ന് എടുത്തു. ഈ ശുദ്ധീകരണ സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, വീട്ടിൽ പണ്ട് അടുക്കി വെച്ചത് വലിക്കുമ്പോൾ എല്ലാം കൂടെ തലയിലൊക്കെ വീഴും. ആ സമയത്താണ് എന്നോ മറന്ന ഒരു ദുരനുഭവത്തിന്റെ 4 ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ കിട്ടില്ലേ? അതുപോലെ ഇത് സംഭവിക്കും. അതുകൊണ്ട് ഇത് ശസ്ത്രക്രിയ സർജറിക്ക് പോകാൻ തയ്യാറായി പോണ പോലെ പൊക്കോളണം. പഞ്ചഭൂത സ്ഥലത്ത് തൊഴാൻ പോകുന്ന പറഞ്ഞു. അത് എല്ലാ മഹാക്ഷേത്രങ്ങളും അങ്ങനെയാണ്. കാശി പ്രത്യേകിച്ചു, കാശിയിൽ ശസ്ത്രക്രിയക്ക് എന്നെ കൊണ്ടുപോകണു, സ്ട്രെച്ചറിൽ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകണം. അങ്ങനെ വേണം, മരിക്കാനുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു. അവിടെ പോയാൽ കറക്ഷൻ നടന്നിരിക്കും, ഒരു സംശയവും വേണ്ട. മൂകാംബി അങ്ങനെ ഒരു സ്ഥലമാണ്, കറക്ഷൻ്റെ സ്ഥലമാണ്. അത് എക്സ്കർഷൻ പോകാനുള്ള സ്ഥലമല്ല. എക്സ്കർഷൻ പോകണവർക്കൊക്കെ കിട്ടുന്നുണ്ട്, പഠിച്ചു വരലുണ്ട്. അത് ദൂരടിക്കാൻ പോകുന്ന സ്ഥലമല്ല മൂകാംബി. പണ്ടത്തെ കാലത്ത് ശ്രദ്ധിച്ചാൽ കാണാം, ഇങ്ങനെ പോകേണ്ട സ്ഥലങ്ങളൊക്കെ ദുർഗമമായിരിക്കും, എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണ് വെച്ചിട്ടുണ്ടാവുക. ഇന്ന് യാത്രാ സൗകര്യം കൂടി. ശബരിമല ബെസ്റ്റ് എക്സാമ്പിൾ. ദുർഗമമാക്കി വെക്കണത് ഇതിനാണ്. അത്രയും ക്വാളിഫൈഡ് ആയവൻ, തയ്യാറായവൻ മാത്രം. അതായത് ഭഗവാൻ, ഞാനിപ്പോൾ ഈ അടുത്ത് അയ്യപ്പൻ്റെ ഒരു രഹസ്യം ഉണ്ടായിരുന്നു, സീക്രട്ട് ഓഫ് അയ്യപ്പ കൊണ്ട് US 18 സ്റ്റെപ്സിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞു. ഭഗവാൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഐ ആം റെഡി ടു ഗിവ് യു ദ ഗ്രേസ്, ബട്ട് ആർ യു റെഡി ടു റിസീവ് ഇറ്റ്? ഭഗവാൻ ചോദിക്കുന്നുണ്ട് നമ്മളോട്. ഞാൻ അനുഗ്രഹിക്കാൻ തയ്യാറാണോ, നിങ്ങൾ തയ്യാറാണോ അത് സ്വീകരിക്കാൻ? ആണോ? സ്വയം ചോദിക്കണം. അതിനാണ് വ്രതം എടുക്കുന്നത്. ഈ മണ്ഡലകാലത്തും 41 ദിവസവും അല്ലെങ്കിൽ 3 കഞ്ഞി 1-ാം തീയതി തൊട്ട് മകരവിളക്ക് വരെയൊക്കെ പണ്ട് വ്രതം എടുത്തിരുന്നത് ഇതിനാണ്. അതേപോലുള്ള തയ്യാറെടുപ്പോണം പഞ്ചഭൂത സ്ഥലങ്ങളിൽ ചെല്ലാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ ആന്തരികമായിട്ട് മഹാദേവന്റെ തന്നെ സ്വരൂപങ്ങളായ ഗുരുക്കന്മാരായിട്ട് മാറും. ഈ പഞ്ചാക്ഷരത്തിന്റെ ജപവിധികളിൽ ഉപദേശം കിട്ടിയിട്ടുള്ളവർക്ക് ചില പദ്ധതികളിൽ ഇപ്പൊ ഇന്ന് ജപം മുടങ്ങി, നമ്മളെവിടെയോ പോയി, ഒരു നിവൃത്തിയില്ല, ജപം മുടങ്ങിയാൽ പ്രായശ്ചിത്തം കിട്ടും. ആലോചിച്ച് നോക്കൂ, നമശിവായ ചെല്ലൽ മുടങ്ങിയാൽ പ്രായശ്ചിത്തം കിട്ടും. ആ പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ച് 5 തിരിയിട്ട് വിളക്ക് വെച്ചിട്ട് ഒരു പ്രത്യേക ക്രിയ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റും. കാരണം അവരോടാണ് മാപ്പ് പറയേണ്ടത്, ഭഗവാനോടല്ല. പഞ്ചഭൂതങ്ങളോടാണ് മാപ്പ് പറയണം. കാരണം പഞ്ചാക്ഷരത്തിൽ 5 അക്ഷരം, നമ ശിവായ, ഈ 5 പഞ്ചഭൂതങ്ങളാണ് ഈ 5 അക്ഷരങ്ങൾ. ഭഗവാന് ശരീരമില്ല. ശരീരം അമ്മ കൊടുക്കുന്ന പ്രകൃതിയാണ് ഭഗവാന് ശരീരം കൊടുക്കുന്നത്. ആ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു? 5 എണ്ണം കൊണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ ഒരു രൂപത്തിന് മൂർത്തമായിട്ട് ഭഗവാനെ ആരാധിക്കുമ്പോൾ, ആ ശരീരത്തെ ആരാധിക്കുമ്പോൾ അതിൻ്റെ അധിപതികളാണ് ആ 5 ഭൂതങ്ങളാണ്. ആ 5 ഭൂതങ്ങളെ അവിടെ നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരായിട്ട് കാണുന്നതാണ്. അപ്പൊ പൃഥ്വിയാണ് ഒന്നാമത്തെ ഗുരു എന്നാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് സ്ഥിരതയും പഠിപ്പിക്കും, ഭയവും പഠിപ്പിക്കും. സ്ഥിരതയും പഠിപ്പിക്കും, ഭയവും പഠിക്കും. പൃഥ്വി തത്വം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ മൂലാധാരത്തിലാണ്. മൂലാധാരത്തിലാണ് ഭയം മുഴുവനിരിക്കുന്നത്. മൂലാധാരമാണ് പൃഥ്വി, പൃഥ്വിയാണ് തൂണ്. ആ തൂണിനെയാണ് വളർക്കേണ്ടത്. തൂണ് വളർക്കുമ്പോഴാണ് നരസിംഹമൂർത്തിയാണ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. ഇങ്ങനെ ഇട്ട് തന്നെയാണ്. ചിന്തിച്ചോളാം, കണ്ടുപിടിച്ചോളാം. അതുകൊണ്ട് സ്ഥിരതയും ഭയവും നിൽക്കുന്നത് അവിടെയാണ്. നമ്മൾ പൃഥ്വിലിംഗത്തിൽ ചെല്ലുമ്പോൾ, ഏകാംബരനാഥനിൽ കാഞ്ചീപുരത്തിൽ ചെല്ലുമ്പോൾ അരക്ഷിതാവസ്ഥ, ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും ചില ആൾക്കാർക്ക്. എപ്പോഴും എന്തോ അപകടം വരുന്നു, കുടുംബത്തിലുള്ളവർക്ക് എനിക്ക് വരുന്നു എന്നും അത് മാറി കിട്ടുന്നു. അവിടെ പോയിട്ട് ഇരുന്ന് പഞ്ചാക്ഷരം ജപിച്ചു കഴിഞ്ഞാൽ ആ അരക്ഷിതാവസ്ഥ മാറിക്കിട്ടും. ഉത്കണ്ഠകൾ, എന്തുതരം ഉത്കണ്ഠയും മാറിക്കിട്ടും. പ്രത്യേകിച്ച് നിലനിൽപ്പിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് കൊണ്ട് സാമ്പത്തികമായിട്ട് ഉത്കണ്ഠകൾ മാറുന്നു. പഞ്ചഭൂത സ്ഥലങ്ങളിൽ, കാഞ്ചിയിൽ. അതേമാതിരി ആരോഗ്യത്തെ ചൊല്ലിയിട്ട് ഭയം ഉണ്ടെങ്കിൽ, കാരണം ശരീരം പൃഥ്വിതത്വമാണ്, അന്നം പൃഥ്വിതത്വത്തിന്റെ രൂപമാണ്. നമ്മൾ പഞ്ചോപചാരമായിട്ട് പൂജ കഴിക്കുന്ന സമയത്ത് 5 ഭൂതങ്ങളിൽ ചേർത്തിയിട്ടാണ് നമ്മൾ അമൃതം എന്ന ഭാവത്തിൽ നേദ്യം കൊടുക്കുന്നത്. പൂജ കഴിക്കുന്നതേ അതാണ് അടിസ്ഥാനം. നമുക്ക് ആകെയുള്ള സ്വത്ത് ഇതാണ്. ഇത് തന്നെയാണ് നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നത്. ഈ കണ്ട എത്ര എലോബറേറ്റ് എന്ത് പൂജ നടത്തിയാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആകാശവും വായുവും അഗ്നിയും ജലവും പൃഥ്വിയാണ്. ധൂപം, ദീപം, നൈവേദ്യം ഇതൊക്കെയാണ്. ബാക്കിയൊക്കെ നമ്മളതിനെ വിപുലീകരിക്കണം. ഇതിന്റെ കോർ സയൻസ് സെയിം ആണ്. ഭാവം കറക്റ്റ് ആണെങ്കിൽ
ഈ 5 കൊടുത്താലും ഭഗവാൻ തൃപ്തിപ്പെടും. ഭാവം കറക്റ്റല്ലെങ്കിൽ എന്ത് കാണിച്ചു കൂട്ടിയിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഭഗവാൻ ഇങ്ങോട്ട് കടം തന്നിരിക്കുന്ന ഈ 5 അങ്ങോട്ട് കൊടുക്കുന്നത്. അതിൽ ആദ്യത്തെ പൃഥ്വിയുടെ കറക്ഷനുണ്ട്. പിന്നെ ചില ആൾക്കാർ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇന്ന ആൾ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കും. വ്യക്തികളോടും സ്ഥാപനങ്ങളോടും അവസ്ഥകളോടും അതേമാതിരി തന്നെ അവനവനെ കുറിച്ചുള്ള ചില സ്വയം ധാരണകളുണ്ട്. ഞാൻ ഇരിക്കണ പദവി, ഈശ്വര ഈ പദവി പോയാൽ ഞാൻ എന്താവും? അവനവൻ്റെ ഐഡന്റിറ്റികളോടും ഒട്ടി നിൽക്കും. ഈ ഒട്ടി നിൽക്കലൊക്കെ ഇല്ലാണ്ടാക്കി ചെയ്യും. അതുകൊണ്ട് അവർ ഒട്ടി നിൽക്കണമെന്ന് ആഗ്രഹമുള്ള പോയി കാഞ്ചി പോരും. പദവികളോടുള്ള ഒട്ടല്, സ്വത്വത്തോടുള്ള ഒട്ടല്, അവസ്ഥകളോടുള്ള ഒട്ടല്, വ്യക്തികളോടുള്ള ഒട്ടല്, ഈ ഒട്ടലൊക്കെ മതി. കാരണം ഇതൊക്കെ പൃഥ്വിതത്വത്തിന്റെ പ്രോബ്ലംസാണ്. അതിന്റെ കറക്ഷൻ, ഈ കറക്ഷൻ മുഴുവൻ മാറണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ യോഗിയായിട്ട് മൂലാധാരം ഭേദിക്കണം. പിന്നെ ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞ വിഷ്ണുഗ്രന്ഥി, ബ്രഹ്മഗ്രന്ഥി, രുദ്രഗ്രന്ഥി ഒക്കെ പൊട്ടിക്കണം അല്ലേ? അതൊന്നും നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയ പണി ഇങ്ങനെ ഒരു അമ്പലത്തിൽ പോവുക, അവിടെ പോയിരിക്കുക. കാരണം ആചാര്യന്മാർ അതിന് വേണ്ട സെറ്റപ്പ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഒരു മിഥ്യയാണ്. എനിക്കെല്ലാം കൺട്രോളിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഫ്രീഡം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യും, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൺട്രോൾ ചെയ്യും. എന്തിനാ പോണത്, എവിടെയാ പോണത്, ഇപ്പൊ പോണ്ട, നാളെ പോയാൽ മതി, അല്ലെങ്കിൽ എന്താ അവരുടെ കൊടുക്കാൻ പോയാൽ ഇങ്ങനെ അല്ലേ? ഇങ്ങനത്തെ നിയന്ത്രണങ്ങളുടെ കളി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മറ്റുള്ളവരോടും ചെയ്യും, നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളോട് ചെയ്യും. മറ്റുള്ളവർ കൺട്രോളിലാണ് ബലം നിൽക്കണമെന്ന് വിചാരിക്കുന്ന വ്യക്തികൾ ഈ ഭൂമി തത്വം പഴച്ചവരെ അവരെ കൊണ്ടിട്ട് കാൻകൂലി തൊഴിക്കുന്നത് വളരെ നല്ലതാണ്. സ്ഥിരത എന്നുള്ളത് വാസ്തവത്തിൽ സാഹചര്യങ്ങൾ കൊണ്ടല്ല ഉണ്ടാകുന്നത്. നമ്മൾ പറയില്ല ആ സാഹചര്യത്തിൽ എനിക്ക് നല്ല മനോബലം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്നെ കൊണ്ട് പറ്റണില്ല. അത് സ്ഥിരതയല്ല, പണ്ട് നിങ്ങൾക്കില്ല, എപ്പോഴും ഇല്ല. യഥാർത്ഥ സ്ഥിരതയുള്ളവൻ അസ്തിത്വത്തിലുണ്ടാവും, അവന്റെ എക്സിസ്റ്റൻസിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആള് അകത്തിരിക്കുന്നു. അതുകൊണ്ട് സ്ഥിര സ്ഥാണു, ശിവസഹസ്രനാമത്തിലുള്ള വാക്കാണ് സ്ഥിര. ആ സ്ഥിരത ഉള്ളതുകൊണ്ടാണ് ത്രിപുരം തകർക്കാൻ പറ്റിയത്. 3 പുരങ്ങളെ ഒരൊറ്റ അമ്പുകൊണ്ട് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ അടിച്ച് കളയാൻ പറ്റണമെങ്കിൽ അത്ര സ്ഥിരനായിരിക്കും. ആ സ്ഥിരത അകത്ത് ആത്മാവിലകട്ടുള്ളത്. അല്ലാണ്ട് അന്ന് എനിക്ക് അത്ര സ്ഥിരത ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് അത്ര സ്ഥിരതയില്ല, നിങ്ങൾക്ക് ഒരു കാലത്ത് സ്ഥിരത ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിനെയും മുറുക്കി പിടിക്കാണ്ട് തന്നെ എനിക്ക് നിലനിൽക്കാൻ കഴിയും. കാരണം ഞാൻ ആ ആത്മസ്വരൂപമാണ്, ഞാൻ ശിവനാണ്. ഈ ബോധം കാഞ്ചിയിലെ ക്ഷേത്ര ദർശനം കൊണ്ട് നമ്മളെ പോലുള്ള സാധാരണ ഗൃഹസ്ഥർക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഗ്രീറ്റ്നെസ്. അതേമാതിരി ജലം നമ്മുടെ വികാരങ്ങളെ, അതുമാതിരി ആഗ്രഹങ്ങളെയും പഠിപ്പിക്കും. ആസക്തി എന്ന് പറയും. വികാരങ്ങളും ആസക്തി പരിഹരിക്കും. അതിന് വൈകാരികമായിട്ടുള്ള തളർച്ച മാറ്റിത്തരും, ദുഃഖം മാറ്റിത്തരും, മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്, കുറ്റബോധം, ബന്ധങ്ങളിലുള്ള അസ്ഥിരത, ഇതൊക്കെ മാറിക്കിട്ടും. കാരണം പല ആൾക്കാരും കരുതുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇതിലും പെട്ട് മുങ്ങിപ്പോവാണല്ലോ, കര കാണാത്ത കടലിൽ പെട്ട അവസ്ഥയിലാണല്ലോ ഞാനതെന്ന് ചിന്തിക്കുന്നത്. ജലതത്വത്തിൻ്റെ ഇംബാലൻസ് ഉള്ളതാണ്. ഇത് മാറ്റിത്തരും. അവിടെ പോയി കഴിഞ്ഞാൽ തടസ്സമില്ലാത്ത ഒഴുക്ക്, തകർച്ച വരാത്ത, ഒരിക്കലും മാറാത്ത ഭക്തി. ചില ആൾക്കാരുണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭക്തിയില്ല. അവർക്ക് ഭക്തി ഉണ്ടാവും, അത് ഭക്തി ആയിരുന്നില്ല. ഓട്ടോമാറ്റിക്കലി ഭക്തി ആണെങ്കിൽ പൂന്താനത്തിനെ പോലെ ആവും. ഉറപ്പായിട്ടും പറയും, ഇതെൻ്റെ കർമ്മം തീർക്കാൻ വേണ്ടി നീ ചെയ്തു തന്നതല്ലേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അത് സ്വയം ഉൾക്കൊള്ളും. പിന്നെ ഉടമസ്ഥാവകാശം കാണിക്കില്ല, ഒന്നിൻ്റെ മുകളിൽ ഓണർഷിപ്പ് ഇല്ല. ഇതെൻ്റെ, ഞാൻ ചെയ്തത്, ഞാൻ എന്താ പറയുക പണിതത്, ഇങ്ങനത്തെ യാതൊരു ഉടമസ്ഥാവകാശവും ഉണ്ടാവില്ല. ഇത് നമുക്ക് കിട്ടേണ്ട, ആ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ ഒരു വികാരവും തടവറയല്ല, അതൊരു കടന്നു പോകുന്നൊരു പാസിംഗ് ക്ലൗഡ് മാത്രം. ഈ ശരീരം എടുത്തതുകൊണ്ട് നമ്മൾ ആ ഇമോഷൻ അനുഭവിച്ചേ പറ്റും. അത് പക്ഷെ കടന്നു പോകുന്നത് മാത്രമാണ് ജലലിംഗം, അപ്പലിംഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടണതാണ് എന്നെ തന്നെ നഷ്ടപ്പെടുത്താണ്ട് എനിക്ക് ആഴത്തിൽ സ്നേഹിക്കാൻ പറ്റുന്നത്. ലോകത്തിൽ നമുക്ക് തന്നെ ഏറ്റവും വലിയ അപകടം, നമുക്ക് ഒരാളെ അങ്ങോട്ട് കയറിയിട്ട് അവർ ബ്ലൈൻഡായിട്ട് സ്നേഹിക്കും. പക്ഷെ അതിൽ ഇൻ ദാറ്റ് പ്രോസസ് വി ലൂസ് അവേഴ്സ്. നമ്മളെ നഷ്ടപ്പെടുത്തിയിട്ടാണ് സ്നേഹിക്കുന്നത്. അത് തെറ്റാണ്, അത് അങ്ങനെയല്ല വേണ്ടതെന്ന് മഹാദേവൻ അവിടെ പഠിപ്പിക്കുന്നതാണ്. കാരണം ഇതൊക്കെ ജലത്തിന്റെ സ്വഭാവമാണ്. മറന്ന് സ്നേഹിക്കുക എന്നുള്ളത്, ജലം അങ്ങനെയല്ലേ, എവിടേക്ക് ആഴം കണ്ടോ അവിടേക്ക് അങ്ങോട്ട് കുത്തി ഒഴുകി ഒരു പോക്കാണ് അല്ലേ? ആ പോക്കിനെ നിയന്ത്രിപ്പിക്കുകയാണ് ശരീരത്തിൽ. പിന്നെ വേണ്ടത് അഗ്നിയാണ്. അഗ്നി ഈഗോ, അഹംഭാവം, പരിവർത്തനം, ട്രാൻസ്ഫോർമേഷൻ, കോപം, അമിതമായിട്ടുള്ള ഓവർ വർക്ക് ചെയ്തിട്ട് അധ്വാനം കൊണ്ട്
തളർച്ച വരിക, ടയേർഡാവുക. അതേപോലെ അധികാരത്തിൻ്റെ വടംവലികൾ, കഠിനമായിട്ടുള്ള സംസാരം, അതുമാതിരി ചില ആൾക്കാരുടെ വാക്കുകൾ അങ്ങനെയാണ്, ഭയങ്കര രൂക്ഷമായി വരും. അതുമാതിരി എപ്പോഴും ജയിക്കണം, എന്തിലും ജയിക്കണം. ചില നേരങ്ങളിൽ നമ്മൾ ജയിക്കണം, ചില നേരങ്ങളിൽ നമ്മൾ മറ്റൊരാളെ ജയിക്കാൻ അനുവദിക്കണമെന്ന് ചിന്തിച്ചാൽ മതി. ചൊവ്വയ്ക്കുള്ള ഏറ്റവും നല്ല പരിഹാരം അതാന്ന് പറയും, ചൊവ്വാദോഷം മാറാൻ. ചില നേരങ്ങളിൽ നമ്മൾ ജയിക്കണം, ചില നേരങ്ങളിൽ മറ്റുള്ളവരെ ജയിക്കാൻ അനുവദിക്കണം. അല്ലാണ്ട് മുരുകനെ പ്രാർത്ഥിച്ചിട്ടോ കാളിയെ പ്രാർത്ഥിച്ചിട്ടോ കാര്യമില്ല, ഈ ആറ്റിറ്റ്യൂഡ് വരാറ്. അപ്പോൾ അഗ്നിയുടെ കുറവ്, അഗ്നി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് അവിടെ ചെല്ലുമ്പോഴാണ്. കാരണം ചില ഈ അഗ്നിയുടെ പ്രോബ്ലമുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ എപ്പോഴും എന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തോന്നൽ, എപ്പോഴും ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കണം എന്നൊരു തോന്നലുണ്ടാവും. അഗ്നിയുടെ പ്രശ്നങ്ങൾ അത് മാറ്റിത്തരും. തിരുവണ്ണാമല മുകളിൽ തീവ്രത ഉണ്ടാവും, ഇൻറ്റൻസിറ്റി ഉണ്ടാവും. അതുമാതിരി നമ്മൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അഹംഭാവം ശുദ്ധമായിട്ട് ഇല്ലാണ്ടാവും. അതേപോലെ അഗ്നിയുടെ സ്വഭാവം വരും. എന്താ അഗ്നിയുടെ സ്വഭാവം? അഗ്നി ഒരിക്കലും നമ്മളെ സുഖിപ്പിക്കില്ല, ആശ്വസിപ്പിക്കില്ല. ഒന്നുകിൽ കത്തിക്കും, അല്ലെങ്കിൽ നല്ല തെളിച്ചം തരും, വെളിച്ചമായിട്ട്. അല്ലെ, തീ അങ്ങനെയല്ലേ, തീ കത്തിക്കഴിഞ്ഞാൽ അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് നന്നായി കാണാൻ പറ്റും. ഇല്ലെങ്കിൽ അത് എരിച്ച് ഇല്ലാതാക്കും. ഇങ്ങനെ രണ്ട് എക്സ്ട്രീംസ് ആണ്. അപ്പോൾ അതവിടെ കൃത്യമായിട്ട് അവിടെ നിന്ന് നമ്മളൊരു ഗൃഹസ്ഥ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് എന്നെയോ മറ്റൊരാളെയോ ദഹിപ്പിക്കാതെ തന്നെ ഈ കർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് എനിക്കൊരു കോട്ടം വരാതെയോ മറ്റൊരാൾക്കൊരു കോട്ടം വരാതെയോ ഇത് ചെയ്യാൻ സാധിക്കും എന്ന്. പിന്നെ വരുന്നത് വായു ഉത്കണ്ഠ അതുമാതിരി നിയന്ത്രണം, എല്ലാറ്റിനും ഉള്ളിലൊരു പിടുത്തം, തുറന്നിടക്കാൻ പറ്റായ ഒരു കാര്യത്തിൽ ഓപ്പൺനെസ് ഇല്ലാണ്ടാവുക, മനസ്സ് ക്ലോസ്ഡ് ആവുക. അതിൻ്റെ ഫലമാണ് വായു അങ്ങനെയാണ് ചലിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ഡിസ്റ്റർബായിരിക്കും, അസ്വസ്ഥത, തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട്. അതേമാതിരി തന്നെ ശ്വാസത്തിൻ്റെ തടസ്സങ്ങൾ, ആത്മീയമായിട്ടുള്ള ആശയക്കുഴപ്പം. ഈ മന്ത്രം മതിയോ, ആ അമ്പലത്തിൽ പോകണോ, ഈ ദേവതയാണോ, ഇതൊക്കെ വായുവിൻ്റെ പ്രശ്നം. വായു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ശരി. വായുവും ശനിയും എപ്പോഴും അന്യോന്യം കണക്റ്റഡായിരിക്കും, യാതൊരു സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ, ഞാനിത് എൻ്റെ ശ്രദ്ധ പോയില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തകർന്നു, എപ്പോഴും കൺസേൺ ടെൻഷൻ വരും അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ വായുവിൻ്റെ സ്ഥലം പഠിപ്പിക്കുന്നത് പരിഭ്രാന്തി ഇല്ലാത്ത ചലനം. ചലിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ പരിഭ്രാന്തരാകും, സ്ട്രെസ്ഫുള്ളായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു, കാമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുക, അകത്ത് നിശ്ചലവും പുറത്ത് ചലനം. ഇങ്ങനെ വേണം വർക്ക് ചെയ്യാൻ. വിനയം, അതേമാതിരി താളത്തിനെ കീഴടക്കും, ഇത് വേണം. പിന്നെ വേണ്ടത് പരിവർത്തനം, മാറ്റം. അത് എന്താ വെച്ചാൽ നിയന്ത്രണം എന്നുള്ളത് എനിക്ക് താനെ വരും, ഞാൻ ഇറങ്ങി ചെയ്താൽ മതി. അതൊരു വിശ്വാസമായിട്ട് വേണം. ഭയം എന്ന് പറയുന്നത് ഇല്ലാതെ എന്തൊക്കെ അൺസർട്ടനിറ്റീസ് വന്നാലും അനിശ്ചിതത്വങ്ങൾ വന്നാലും എനിക്ക് അതിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റും എന്ന് നമുക്ക് കാലഹസ്തിയിലെ ദർശനം കൊണ്ട് കിട്ടും. ഈ രാഹുപൂജ കഴിച്ചിട്ട് കിട്ടുന്നതാണ്. ഇത് അർത്ഥം മനസ്സിലാക്കി ചെയ്താൽ എത്ര ഗുണമാണെന്ന് ആലോചിച്ച് നോക്കൂ. 5 മിനിറ്റ് കൂടെ പറയും സ്വാമി, ഞാൻ 10 മിനിറ്റ് വൈകിട്ടാൻ തുടങ്ങിയത്, 10 മിനിറ്റ് എനിക്ക് അധികം തരണം. അപ്പോൾ ആകാശം ശൂന്യതയും അർത്ഥം പരിഹരിക്കപ്പെടുന്ന ജീവിത പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഈ മീനിങ്ലെസ്നെസ്, ഹോളോ ആയിട്ട് തോന്നുന്ന ഒക്കെ ശൂന്യം, എല്ലാം നേടി ഒന്നും നേടിയില്ല, ഈ തോന്നൽ, ഈ പൊള്ളയായിട്ടുള്ളൊരവസ്ഥ. അതേമാതിരി എന്ത് കിട്ടിയാലും സന്തോഷമില്ല, ഒരു വിരക്തി. കേതു ദശയുള്ളവർക്ക് ഇത് ഭയങ്കര ഇരിക്കും. കേതു അതിൻ്റെ ആളാണ്. എന്ത് കിട്ടിയാലും കേതു എവിടെ ചെന്നിട്ടോ ആ ഭാവം വിരക്തായി, എന്ത് കാര്യം ഇതൊക്കെ കിട്ടിയിട്ട് എന്ന് തോന്നും. ആ വിരക്തി ഈ ആകാശതത്വത്തിൽ. അതുകൊണ്ട് തന്നെയാണ് കേതു മോക്ഷകാരകനുമാണ്. അതിൻ്റെ ഗുണമാണ്. വിരക്തി വന്നാൽ മോക്ഷം കിട്ടും, അല്ലേ? കേതുവിൻ്റെ ആധിപത്യം ആർക്കാണ്? ഗണപതിക്കാണ്. ഗണപതി ഭഗവാൻ ശുദ്ധബുദ്ധി, അധികാരങ്ങളില്ല. ആലോചിച്ച് നോക്കും, എന്തും ഭക്ഷിക്കണവനാണ്, പക്ഷെ മോക്ഷം തരുന്നവനും. അപ്പോൾ ശൂന്യത, സന്തോഷമേ ഉണ്ടാവാത്ത വിരക്തി, ആത്മീയമായിട്ടുള്ള വഞ്ച. നമ്മൾ പലരും വിചാരിക്കുന്ന വിരക്തി എന്ന് പറയുന്നത് ആത്മീയയുടെ ലക്ഷണമാണെന്നാണ്. യഥാർത്ഥ ആത്മീയമായിട്ടുള്ള വിരക്തിയിൽ സന്തോഷം, തിരിച്ചറിയാനുള്ള മാർഗമാണ്. മറ്റേത് നിരാശയെന്ന് ഉണ്ടാവുന്നതാണ്. കിട്ടാണ്ട് ഈ മുറ അടി കിട്ടിയിട്ടും എനിക്കിതൊക്കെ മടുത്തു എന്ന് പറയും. കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്കും കാവിയിട്ട് പോവാൻ തയ്യാറായി എന്നാണ് വിചാരിക്കുക. അങ്ങനെയല്ല, അത് എസ്കേപ്പിസം. പാകമായിട്ടേ കാവിയിടാൻ പാടും. പാകമല്ലാണ്ട് കാവിയിട്ട് കഴിഞ്ഞാൽ പോവാൻ. അപ്പോൾ ഈ ആകാശതത്വമാണ് അവിടെ കുഴപ്പമുണ്ടാകുന്നത്. സന്തോഷമില്ലാത്ത വിരക്തി, ആത്മീയമായിട്ടുള്ള വരൾച്ച, സ്പിരിച്വൽ ഡ്രൈനസ്. പിന്നെ അർത്ഥം നഷ്ടപ്പെടുക. അറിയുന്ന കാര്യങ്ങളൊക്കെ വികലമായിട്ട്
ഇനി ഒരാൾ ഗുരുനാഥം വന്ന് പറഞ്ഞു തന്നാൽ പോലും അത് മനസ്സിലാക്കാൻ പറ്റായ. ഇതിൽ വരുന്ന ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ, ഒന്നിനും അർത്ഥമില്ലാന്ന് തോന്നുമ്പോൾ പിന്നെ പറയണേ ഇതൊക്കെ ഇല്ലാത്തതാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല. പൂജ, ഒരു അമ്പലത്തിൽ പോകുക, ഒരു ആരാധന, ഭക്തിയിൽ നഷ്ടപ്പെട്ടു, ആ വിശ്വാസം നഷ്ടപ്പെട്ടു, ഈ വിശ്വാസം നഷ്ടപ്പെട്ടു, ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, എല്ലാറ്റിലും വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പറഞ്ഞു പിന്നെ ഇതൊന്നും യാഥാർത്ഥമല്ല, ഇതൊന്നും യഥാർത്ഥമല്ല. ആകാശത്തിന്റെ ആ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ, ചിദംബരത്ത് നമ്മൾ ചെല്ലുമ്പോൾ പഠിക്കുന്ന ഒന്നാമത്തെ കാര്യം സൈലൻസ്, നിശബ്ദം, ഇന്റേണൽ സൈലൻസ്, പുറത്തെ സൈലൻസ്. അപ്പൊ ഞാൻ പല തമാശയ്ക്ക് പറയുന്നത്, ഗുരുവായൂരൊക്കെ പണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന കാലത്ത് ചില അമ്മമാര്, ഞാൻ ആ പരിചയമുണ്ട്, ഇപ്പൊ ഞാൻ ആ ഗോപുരത്തിലൊക്കെ ചിലപ്പോൾ നിൽക്കുന്ന സമയമായിരിക്കും തൊഴും, എന്താ എപ്പോ ഒന്നു ചോദിച്ചാൽ ഒരു കടലാസ് എടുത്ത് കാണിക്കും, മൗനവ്രതം എന്നൊക്കെ കാണിക്കും. കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ പായസത്തിന്റെ അവിടെ വന്നിട്ട് അടികൂടുന്നു, ഇത് അങ്ങനെ. അപ്പൊ നമുക്ക് മൗനം എവിടെയാ? ഈ വൈഖരി ഇല്ലാണ്ടാക്കൽ മാത്രമാണ് മൗനം. അകത്ത് മൗനം കിട്ടുക എന്നുള്ളതാണ്. അത് ചിദംബരം പഠിപ്പിക്കുന്നു. നമ്മളെ അകത്ത മൗനം ചിദംബരം പഠിപ്പിക്കുന്നു. അവിടെ അഭാവം, നമ്മുടെ അഭാവം പറഞ്ഞാൽ കുറവ് എന്നുള്ള അർത്ഥത്തിലാണ് പറയാം. അതല്ല, ഭാവമേ ഇല്ലാത്ത അവസ്ഥയാണ് അഭാവം. കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്, ഭാവത്തിൻ പരമോടിയിൽ സ്വയം ഭാവത്തിൻ സ്വഭാവം വരാൻ. അല്ലേ? ഒരു ഫാൻ ഭയങ്കര സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് ടോർച്ചടിച്ച് നോക്കിയാൽ ഫാൻ നിൽക്കണമായിട്ട് തോന്നും, അല്ലേ? രണ്ട് കാറുകൾ ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന മറ്റേക്കാൾ സ്റ്റേഷനറി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് നീങ്ങണമായിരിക്കും തോന്നും. ഭാവം മാക്സിമായ, വേദനയുടെ മാക്സിമത്തിൽ വേദന ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണുണ്ടെങ്കിൽ മരണിച്ചിട്ടുണ്ട്. കുട്ടികൾ ശ്വാസം കിട്ടാതെ കരച്ചിലിന്റെ ഹൈറ്റ് എത്തുമ്പോൾ എടുത്തു പിടിച്ചൊരു നിപ്പുണ്ട് അവര്, അല്ലേ? ചിരിച്ചിട്ട് ഷോക്കായിട്ട് മരിച്ചു പോണ ആൾക്കാരില്ലേ? ഭാവത്തിന്റെ പരകോടിയിൽ സ്വയം അഭാവത്തിന്റെ സ്വഭാവന. അപ്പൊ ആത്മീയതയിലോ ആ അഭാവഭാവമാണ് നടരാജൻ. അഭാവഭാവമാണ് നടരാജൻ. നടരാജനെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്നാലും ഇവിടെ കർത്തൃത്വമില്ലായ്മ, ഞാനാണിത് ചെയ്തത്, അല്ലെങ്കിൽ എന്നെ കൊണ്ടത് പറ്റിയില്ലല്ലോ, ഇതൊക്കെ കർത്തൃത്വം. ചിലർ പറയും എനിക്കത് ചെയ്യാൻ സാധിച്ചു, അതും കർത്തൃത്വം. എനിക്ക് ഇന്നേ വരെ പറ്റിയിട്ടില്ല, അതും കർത്തൃത്വം. ഓണർഷിപ്പ്, ഡൂവർഷിപ്പ്, അതില്ലായ്മ. ഇതിനാണ് ഭഗവാൻ കർമ്മണ്യവാധികാരസ്ഥ എന്ന് പഠിപ്പിച്ചത്. ഇത് പഠിക്കേണ്ടത് ആകാശലിംഗത്തിൽ പോയിട്ടാണ്. അവിടെ ചെന്ന് ഇരുന്നിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇത് ഏറ്റവും പ്രയാസമായിട്ടുള്ള സ്ഥലം, ഏറ്റവും പരീക്ഷണത്തിന് വിധേയമാവുന്ന സ്ഥലമാണ്. കാരണം ഇത് നിരീക്ഷിക്കണമില്ല, ഇത് കാണാനുള്ള മോളാണ്, ഈ അനുഭവിക്കാൻ പോണം നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കി കളയും. അതുകൊണ്ടാണ് ഇത് ഏറ്റവും ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കും. ഇത് അത്ര എളുപ്പമല്ല മനസ്സിലാക്കും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോകുന്നവൻ അതാത് മാറ്റം വരുത്തിയിട്ടാണ് വരുന്നത്. ഇത് പോണവനേ മാറും, അവനില്ലാതോ. അതുകൊണ്ടാണ് ചിദംബരത്തെ മുക്തി തിരിച്ചു വരവില്ലാത്ത മുക്തിയാണ്. നന്ദനാരുടെ ഒക്കെ പോയത്. നന്ദനാരൊക്കെ 17 വർഷം കാത്തിരുന്നിട്ട് അവിടേക്ക് ഒറ്റ പോക്കാ പോയത്. അവിടെ ചെന്നു തിരിച്ചു വരവില്ല, ലയിച്ചു പോകും. ചിദംബരം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോ അവിടെ നമുക്ക് വരുന്ന മാറ്റം എന്താ? ശൂന്യതയാണ് സകല അർത്ഥങ്ങളുടെയും ഉറവിടം എന്ന് മനസ്സിലാവും. അല്ലാണ്ട് ശൂന്യത ഒരു നെഗറ്റിവിറ്റി അല്ല. ഇറ്റ് ഈസ് ദ ഫൗണ്ടൻ ഹെഡ് ഓഫ് ഓൾ മീനിങ്സ് മനസ്സിലാവും. അല്ലാണ്ട് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മീനിങ്ലെസ്നെസ്. നമ്മളെന്താ പറയുക, ഒന്നുമില്ലായ്മ, ശൂന്യം, എൻ്റെ ജീവിതം ശൂന്യമായി. അത് നെഗറ്റീവ് സെൻസിലാണ് പറയണം. വാസ്തവത്തിൽ ശൂന്യതയിലാണ് സകല അർത്ഥങ്ങളും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ശൂന്യതയാണ് അവിടെ ആരാധിക്കുന്നത്. ആകാശലിംഗം പറഞ്ഞ അറ ആ ശൂന്യത. അവിടെ നമ്മൾ ശൂന്യതയിൽ സകല അർത്ഥങ്ങളെ കണ്ടെത്തുന്നു. ഇൻഫിനിറ്റി നമ്മൾ പറയില്ല, 8നെ നമ്മൾ ചരിച്ചിട്ട് കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയും. ആ 8ന്റെ അകത്ത് ആ ഇൻഫിനിറ്റിയുടെ അല്ലെങ്കിൽ ആ 0-നുള്ളിൽ സകലതുമുണ്ട് എന്നുള്ള നമ്മുടെ തിരിച്ചറിവും നമുക്ക് അവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ള, സാധാരണ ദിവസത്തിൽ പഠിക്കാനുള്ള എന്താ വെച്ചാൽ, ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട്, ഒന്നിനോടും പറ്റി നിൽക്കാണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് ജീവിക്കാൻ സാധിക്കും. പക്ഷെ ഈ പറയുന്ന ഓരോ ഭൂതങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ നിർബന്ധമായിട്ടും എല്ലാ സ്ഥലത്തും സൂചിപ്പിക്കുന്നു വിചാരിക്കുന്നു. ഒരാൾക്ക് ഒരു ഭൂതസ്ഥലത്ത് ചെല്ലുമ്പോൾ നല്ല അനുഭവം ഉണ്ടാവണമെങ്കിൽ വേറൊരാൾക്ക് നേരെ തിരിച്ചുണ്ടാകും. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ വന്നേക്കാം. കാരണം എന്താ വെച്ചാൽ ആ തത്വം ബാലൻസ് ആയതിൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ ആ സ്ഥലത്ത് ചെന്നത് ശരിയാവണ്ണം ഉൾക്കൊള്ളാണ്ട് വന്നതിൻ്റെ കുഴപ്പമാണ്. ഇതെപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് സാധാരണ ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം ജലത്തിൻ്റെ അല്ലെങ്കിൽ അഗ്നിയുടെ അസന്തുലിതാവസ്ഥ കൊണ്ടുണ്ടാകുന്ന ദാമ്പത്യാദി
റിലേഷൻഷിപ്പുകളിലെ കലഹങ്ങൾ മാറാൻ അഗ്നി ജലലിംഗങ്ങളിൽ പോയി തൊഴണം തന്നെ. അതേമാതിരി തന്നെ ജോലി സമ്മർദ്ദം വരുന്നത് എപ്പോഴും അഗ്നിയുടെയും വായുവിൻ്റെയും അസന്തുലിതാവസ്ഥ കൊണ്ടോ. അതുകൊണ്ട് ഈ എന്താ പറയുക, അഗ്നിലിംഗത്തിലോ വായുലിംഗത്തിലോ പോയിട്ട് തൊഴുന്നത് വളരെ നല്ലതാണ്. കുട്ടികളെ കുറിച്ചിട്ട് സദാ ഉത്കണ്ഠ കൊണ്ടിരിക്കുന്നത് ഭൂമിയുടെയും വായുവിൻ്റെയും അസന്തുലിതാവസ്ഥയായതുകൊണ്ട് പൃഥ്വിലിംഗത്തിലോ വായുലിംഗത്തിലോ പോയി തൊഴണം നല്ലതാണ്. ആകാശത്തിന് പോയിട്ട് തൊഴുമ്പോൾ ആത്മീയമായിട്ടുള്ള നമ്മുടെ വരൾച്ചയിലുണ്ടാവും. ആത്മീയമായിട്ട് തെറ്റിദ്ധാരണകൾ നമ്മൾ വഴിതെറ്റിയിട്ടാണ് പോകുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് ഗുണം ചെയ്യും. അതുകൊണ്ട് പഞ്ചഭൂത സ്ഥലങ്ങൾ നമുക്ക് സമാധാനമൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. നിങ്ങൾ സമാധാനത്തിന് വേണ്ടി ഇവിടെ പോയി തോന്നും, ഞാനും വരും നിങ്ങളും കൂടെ. അത് സത്യമാണ്. നമ്മൾ എന്താണെന്ന് അതൊരു കണ്ണാടി പിടിച്ച് കാണിച്ചു തരണമാതിരി കാണിച്ചു തരും. അതിൽ കണ്ടിട്ട് പേടിക്കാം, സന്തോഷിക്കാം. സത്യത്തിനെ എതിർക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ മനസ്സിലാക്കണം. കാരണം സത്യത്തെ എതിർക്കാതിരുന്നാൽ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഭാഗവതം വായിച്ചിട്ട് 5000 സപ്താഹം കേട്ടാലും കാര്യമില്ല. സത്യം പരം ധീമഹി എന്നതിൽ ഉദ്ഘോഷിച്ചിരിക്കുന്നത് ആ സത്യത്തിനെ നമ്മുടെ നേർക്കങ്ങൾ പിടിച്ച് കാണിച്ചിട്ടുണ്ട്. അതിനെ ധൈര്യപൂർവ്വം അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് സാക്ഷാത്കാരം കിട്ടുന്നത്. അതുകൊണ്ട് പൃഥ്വിലിംഗം നിങ്ങളെ ശാരീരികമായിട്ടുള്ള ഭയങ്ങളിൽ നിന്ന്, ചിലർക്ക് ബോഡി കോൺഷ്യസ്നസ് ഭയങ്കരമായിരിക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ, സൗന്ദര്യം കൂടി, അത് ഇത് മറ്റൊരു കഷണ്ടിയായി, തൊലി ചുഴിഞ്ഞു, കണ്ണ് കുഴിഞ്ഞു, ഇങ്ങനെ ശാരീരികമായിട്ടുള്ള ഒബ്സഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ശാരീരിക ഭയത്തിൽ നിന്നുള്ള മുക്തി നിനക്ക് ഏകാഗ്രനാഥനെ തൊഴുമ്പോൾ തന്നിരിക്കും. ആത്മീയ തലത്തിൽ ചിന്തിച്ചാൽ ഞാൻ ഈ ശരീരമാണ്, ഈ ശരീരം തകർന്നാൽ ഞാൻ ഇല്ലാണ്ടാവും എന്നുള്ള അജ്ഞാനം ഇല്ലാണ്ടാവും. അതുകൊണ്ട് പൃഥ്വിലിംഗം ശരീരത്തിനെ നിഷേധിക്കുന്നില്ല, പക്ഷെ ശാരീരികമായിട്ടുള്ള സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ചൈതന്യത്തിന്റെ ശക്തി എന്താണെന്ന് അത് നമുക്ക് കാണിച്ചു തരുന്നു. അല്ലാണ്ട് ശരീരത്തിനെ നിരാകരിക്കില്ല. നീ ശരീരം കളഞ്ഞോ എന്നല്ല പറയണത്. നീ അമൃതസ്യ പുത്ര എന്ന് അർജുനന്റെ മുഖത്ത് നോക്കിയിട്ട് വികാരപ്പം വിളിച്ച എന്താണോ അതെന്താണെന്ന് നമ്മുടെ മനസ്സിലാവും. അതിനുവേണ്ടി ശരീരത്തിനെ നന്നായിട്ട് വെക്കണം. അതാണല്ലോ സിദ്ധമായി നമ്മൾ പഠിപ്പിച്ചത്. എന്തിനാണ് 100 വർഷവും 200 വർഷവും ജീവിക്കാനുള്ള കായകൽപ്പൊക്കെ അവരുണ്ടാക്കിയത്? എന്തിനാണ് കുടിപ്രാവേശികം ഉണ്ടാക്കിയത്? പഴയ പല്ല് കൊഴിഞ്ഞു പോയി, രോമം കൊഴിഞ്ഞു പോയി, ചെറുപ്പം വരാൻ, ലൈംഗിക സുഖങ്ങൾ അനുഭവിക്കാനാണോ? അല്ല. കാരണം 100 വർഷമൊന്നും പോരാ അകത്തിരിക്കുന്ന ആളെ സാക്ഷാത്കരിക്കാൻ. ഇവിടെ 20 വയസ്സാകുമ്പോഴേക്കും നമസ്കരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആൾക്കാർക്ക് മുട്ട് വളയണില്ല. അപ്പൊ മണിക്കൂർ കണക്കിന് ഇരിക്കാനും നമസ്കരിക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ അത്ര ബലമുള്ള ശരീരം വേണം. അതിനാണ് അവന് സിദ്ധവൈദ്യം ഉണ്ടാക്കിയത് തന്നെ. അതുകൊണ്ട് ഏത് ഭാരതീയ ശാസ്ത്ര പദ്ധതിക്കും ആധ്യാത്മിക ലക്ഷ്യമാണ്. ഇവിടെയും ആധ്യാത്മിക ലക്ഷ്യമാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ശരീരം എന്താ പറയുക, ഭാരമുള്ളതായിരിക്കുമ്പോഴും നമുക്ക് ദേഹത്തിനൊരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ബോധം, അവയർനെസ് തൂവല് പോലെ ഭാരമില്ലാത്തതാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാക്കി തരും. അതുകൊണ്ട് നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ഫിയർ ഉണ്ട്. അസ്തിത്വത്തിൽ നിന്നുള്ള ഭയത്തിൽ നിന്നുള്ള മോചനം പൃഥ്വിലിംഗം നമുക്ക് തരും. ഈ ശരീരത്തിനെ ഭൂമി താങ്ങുന്നുണ്ട്, പക്ഷെ നമ്മൾ നിലനിൽക്കുന്നത് ഈ ശരീരത്തിനെ ആശ്രയിച്ചിട്ടല്ല എന്ന് നമുക്ക് ഏകാംബരനാഥം പഠിപ്പിച്ചു. ഇത് വളരെ പ്രധാനമാണ് മനുഷ്യ ജീവിതത്തിൽ. ഈ ഭൂമി നമ്മളെ താങ്ങുന്നുണ്ട്, നമ്മുടെ ശരീരത്തിനെ, പക്ഷെ ഞാൻ നിലനിൽക്കുന്നത് ഈ ശരീരത്തിനെ ആശ്രയിച്ചിട്ടുണ്ട്. ഇതാണ് ഭഗവാൻ ഗീതയെ പഠിപ്പിച്ചത്. ഇത് രണ്ടും ഉൾക്കൊണ്ടാലേ, ശിവൻ പഠിപ്പിക്കുന്നതും നാരായണൻ പഠിപ്പിക്കുന്നതും കൃഷ്ണൻ പഠിപ്പിക്കുന്നതും ഉൾക്കൊണ്ടാലേ ഭൂമിയിൽ നമുക്ക് അമ്മയാകണ ശരീരം വെച്ച് ഭംഗിയായിട്ട് ജീവിച്ചു പോകാൻ പറ്റും. അതുകൊണ്ടാണ് ശിവനും എന്താ പറയാ, അരിയും മരനും ഒன்று അത് തെരിയാതെ മണ്ണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം കിടക്കണം. അതുകൊണ്ട് ആദ്യത്തെ മുക്തി ഈ മുറുക്കി പിടിക്കാതെ എനിക്ക് നിലനിൽക്കാൻ പറ്റും, എൻ്റെ ശരീരബോധമില്ലാതെ തന്നെ എനിക്ക് നിലനിൽക്കാൻ പറ്റും. ആ അമൃതസ്വരൂപമായിട്ട് നമുക്ക് അവിടെ കൊണ്ട് കിട്ടും. ജലസ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഇമോഷണൽ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും. അപുലിംഗത്തിൽ ചെല്ലുമ്പോൾ വൈകാരികമായിട്ടുള്ള ആസക്തികൾ, അത് വേണം, പോരാ 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 എന്ന് തോന്നുന്ന ദുഃഖം, ഡിപ്രഷൻ, സിക്നസ്സുകൾ, ഓവർ എക്സ്പെക്ടേഷൻസ്, ആഗ്രഹങ്ങൾ, മാറാത്ത അംബിഷൻസ്, അതുമാതിരി പരാശ്രയത്വം, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം അയാളില്ലെങ്കിൽ, ഈ ജോലിക്കാരി ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ പണിയായി ചെയ്യും, ഇദ്ദേഹം ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജീവിക്കും, എൻ്റെ മക്കളില്ലെങ്കിൽ ഞാൻ അങ്ങനെ, ഇങ്ങനെയുള്ള ഡിപ്പെൻഡൻസികളിൽ നിന്നൊക്കെ രക്ഷിക്കും. പിന്നെ കുറ്റബോധങ്ങളിൽ ചെയ്യേണ്ട കാലത്ത് അത് ചെയ്തില്ലല്ലോ, ഇന്നത് ഞാൻ ചെയ്തു പോയല്ലോ, ഇങ്ങനത്തെ കുറ്റബോധങ്ങളെ മുഴുവൻ വേരോട് കൂടിയിട്ട് പറിച്ചു കളയും ജലസ്ഥലം. അതുകൊണ്ട് വികാരങ്ങൾ ചലിക്കും, കണ്ണുനീര് വരും, ഭക്തി ഒഴുകും, ദുഃഖം ഒരു അരുവി പോലെ ഒഴുകിപ്പോകും ജലലിംഗത്തിനെ കാണുന്ന സമയത്ത്. അതുകൊണ്ട് വികാരങ്ങൾ നിങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകാതെ അത് അതിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ വരാനും പോകാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക. കരയുമ്പോൾ കരയേണ്ട വേണം, പക്ഷെ അതുകൊണ്ട് വീണ് പോരും, ആ കരച്ചിന് ഒഴുകിപ്പോരും.
കോപിക്കുമ്പോൾ കോപിക്കണം, ആ കോപത്തിൽ അന്ധനായി പോകരുത്. സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കണം, മതിമറന്നു പോകരുത്. ഈ ബോധം നമുക്ക് വികാരങ്ങളുടെ നിയന്ത്രണം നമ്മുടെ പഠിപ്പിച്ചു. അഗ്നിസ്ഥലം ഞാനാണ് ഇത് ചെയ്യണേ എന്നുള്ള ഭാവത്തിനെ നിശേഷം ഭസ്മമാക്കി. കർമ്മണ്യവാധികാരസ്ഥ എന്നുള്ളൊരു ശ്ലോകത്തിന് ഒരു ശിവലിംഗം പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അത് തിരുവണ്ണാമലയിലിരിക്കണം അരുണാചലേശ്വരൻ. അത് യാതൊരു സംശയമില്ല. കാരണം അഹംഭാവം, അമിതമായിട്ടുള്ള അഭിലാഷങ്ങൾ, കോപം, പ്രവൃത്തിയിലൂടെയുള്ള സ്വത്വം, സുപ്പീരിയോറിറ്റി കോംപ്ലക്സുകൾ, ഞാൻ പറയുന്നത് എല്ലാവരും കൺട്രോളുള്ള ചിന്ത, അംഗീകാരത്തിനുള്ള ദാഹം, റെക്കഗ്നിഷന് വേണ്ടിയിട്ട് എൻ്റെ ഫോട്ടോ, എൻ്റെ ക്ലോസപ്പ്, എൻ്റെ അല്ലേ, അതൊക്കെ ഈ അഗ്നിയുടെ പ്രശ്നങ്ങളാണ്. അത് മുഴുവൻ ഇല്ലാതാക്കി തരും. കാരണം അഗ്നി പഴച്ചാൽ ഞാൻ ഈ ചെയ്തതും സമ്പാദിച്ചതും നേടിയതും എൻ്റെ നേട്ടങ്ങളുമാണ് ഞാൻ എന്നുള്ള മിഥ്യാബോധത്തിലായിരിക്കും നമ്മൾ ജീവിക്കുക. അതിനെ അരുണാചലേശ്വരൻ തവിട് മുഴുവൻ അത് നശിപ്പിച്ച്. അതുകൊണ്ട് അതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ആ കർത്തൃത്വ ബോധത്തിൽ നിന്നും അഹംഭാവത്തിൽ നിന്നുള്ള മുക്തി ഭഗവാൻ നമുക്ക് തരുന്നു. പ്രവൃത്തികൾ എന്നിൽ കൂടെ സംഭവിക്കുകയാണ്, അല്ലാണ്ട് എന്നിൽ നിന്നല്ല, ഞാനല്ല ഇത് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്, നിമിത്ത മാത്രം ഭവ സംവ്യസാചി നീ വെറും നിമിത്തം മാത്രമാണ് എന്ന് പറഞ്ഞു അവസാനിച്ചത്. വായുസ്ഥലത്തിൽ നിയന്ത്രണങ്ങളിൽ നിന്ന് ഉത്കണ്ഠയിൽ നിന്നുള്ള മുക്തി നിങ്ങൾക്ക് കിട്ടും. അവിടെ എൻ്റെ ഇടപെടലില്ലാതെ തന്നെ ജീവിതം സുഗമമായിട്ട് ഒഴുകും. നമ്മൾ കയറിയിട്ട് കഷ്ടപ്പെട്ട് കൈയിട്ട് വരേണ്ട ആവശ്യമില്ല. അതിന് പ്രകൃതിയുടെ ഒരു താളവും ഒഴുക്കുണ്ട്. അതിനൊപ്പം നിന്നു പോയാൽ അത് കൃത്യമായിട്ട് നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നുള്ള ബോധം വായുസ്ഥലം നമുക്ക് ആ മുക്തിയാണ് നമുക്ക് തരുന്നത്. ആകാശസ്ഥലം അവസാനം നമ്മുടെ ഐഡന്റിറ്റി തന്നെ, ഞാൻ ഇന്നതാണ്. ഒരാളോട് നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ ഞാൻ ഇന്നയാളുടെ മകളാണ്, മകനാണ്, അച്ഛനാണ്, അമ്മയാണ്, ഇന്ന ജോലിയിലായിരിക്കും, ഇന്ന സ്ഥലത്താണ്. ഇതല്ലാതെ നിങ്ങൾ ആരാ എന്ന് ചോദിച്ചാൽ ഇതൊന്നും അല്ലാണ്ട് പറയാനൊന്ന് ശ്രമിച്ചു നോക്കൂ. അതാണ് ചിദംബരൻ. ആകാശമാകണ വസ്ത്രം അത് ധരിച്ചവൻ, അത് ചിദംബരേശ്വരൻ. അത് സൂക്ഷ്മമായിട്ടുള്ള തത്വമാണ്. നിരീക്ഷകനാണ്, ഞാനെല്ലാം കാണുന്നവരാണെന്ന് നമുക്കൊരു ഭാവമുണ്ട്. ആ ഭാവത്തിനെ പോലെ ഒന്ന് പൊളിച്ചില്ലാണ്ടായി ശ്രീവിദ്യയിലത് ത്രികൂടി കടക്കുക പോയി. ഈ അവസ്ഥ നശിപ്പിച്ചിരിക്കണം. ഞാൻ നിരീക്ഷിക്കണവനാണ് എന്നുള്ളതാണ് നമ്മുടെ അവസാനത്തെ കെട്ട്. ഒന്നിനും ഇടപെട്ടില്ലെങ്കിൽ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണല്ലോ എന്നല്ലേ നമ്മൾ പറയാ. ഞാനതിലൊന്നും ഇടപെടാറില്ല, പക്ഷെ കണ്ടോണ്ടിരിക്കട്ടെ. അതാണ് നമ്മുടെ അവസാനത്തെ കെട്ട്. ആ കെട്ട് പൊട്ടിക്കുന്നത് ചിദംബരത്ത് വെച്ചിട്ടുണ്ട്. ഒരാളായിട്ടിരിക്കുക, ഒരു റോളിലിരിക്കുക, അമ്മയായിരിക്കുക, അച്ഛനായി, അമ്മയായി പോയില്ലേ, അച്ഛനായി പോയില്ലേ, മുതലാളിയായി പോയില്ലേ, ജോലിക്കാരനായി പോയി, ഈ പോയിന്റ് എന്ന് പറയുന്ന കുടുക്കുന്ന് നമ്മൾ പൊട്ടും. ആ ഒരാളായിട്ടിരിക്കുക എന്നുള്ള അവസ്ഥ എന്നുള്ള മോചനം, അത് ഉന്മൂലനം ചെയ്യപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് യാതൊരുവിധ കേന്ദ്രവുമില്ലാത്ത അനന്തമായിട്ടുള്ള സാന്നിധ്യമായിട്ടിരുന്നാൽ മാത്രമേ കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്നുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ആ കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്ന് പട്ടത്തിൽ എഴുതി വെച്ചത് ചിദംബരത്ത് മനസ്സിലാവും. ശൈവൻ അത് മനസ്സിലാവുന്നത് ചിദംബരത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ചിദംബരത്ത് പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ സാക്ഷി പോലുമല്ല. ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞാണ് ഇവിടെ ഓർക്കേണ്ടത്. അതുവരെ പറയണു നീ സാക്ഷിഭാവം ശീലിക്കുക, സാക്ഷിഭാവം ശീലിക്കുക, സാക്ഷിഭാവം ശീലിക്കുക എന്നുകൊണ്ട് അവസാനം പറയാം, ഉദ്ധവ ഈ കാണുന്ന നീയും ഞാനും ഇതും ഒന്നുമല്ല, ഞാൻ മാത്രം. സാക്ഷി പോലും ഇല്ലാണ്ടായി, സാക്ഷി പോലും ഇല്ലാണ്ടാണ്. ആലോചിച്ച് നോക്കൂ. ബ്രഹ്മാവ് സൃഷ്ടിക്കണമെന്ന് തോന്നുന്നത് ബ്രഹ്മാവിന്റെ മായ, നിലനിർത്തുന്നു തോന്നുന്നത് വിഷ്ണുവിന്റെ മായ, സംഹരിക്കുന്നു തോന്നുന്നത് ശങ്കരന്റെ മായ. വാസ്തവത്തിൽ ഒന്നും സൃഷ്ടിച്ചിട്ടുമില്ല, നിലനിർത്തുന്നില്ല, നശിച്ചിട്ടുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അവസാനിപ്പിക്കുന്ന ആ ഭാഗത്തല്ലോ, അതാണ് ഞാൻ സാക്ഷി പോലുമല്ല. ആ സാക്ഷ്യം വഹിക്കൽ എവിടെയാണോ കാണുന്നത്, ഒരു തിരശീല പോലെ. സിനിമ അനവധി വരും തിയേറ്ററിൽ, ആ സ്ക്രീനിന് മാറ്റില്ല, ആ സ്ക്രീനാ ഭഗവാൻ. നമ്മുടെ ആകുന്ന സിനിമകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. ആ ദൃശ്യം നിൽക്കുന്ന ചൈതന്യമാണ് ഞാൻ. അതാണ് ചിദംബര രഹസ്യത്തിൽ ആ തിരശീല. ഈ ആകാശലിംഗത്തിനെ കൂട്ടി എന്താ പറയാ പറഞ്ഞ് ഞാൻ ഈ സമാപനം എന്ന് തന്നെ പറയാം. ഈ അവസാനത്തെ ഒരൊറ്റ വരി, ഒരു ടേക്ക് അവേ. ഈ പഞ്ചഭൂത സ്ഥലങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോവുക, പൊട്ടിച്ചു കൊണ്ടുപോവുക, നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫ് നശിപ്പിക്കുകയോ അതൊന്നുമല്ല. അത് ആ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പെട്ടുകിടക്കുന്ന അവസ്ഥകൾ നിങ്ങളെ രക്ഷിക്കും. ലൈഫിൽ നിന്നല്ല രക്ഷിക്കുന്നു, ലൈഫിൻ്റെ ഉള്ളിലുള്ള കെട്ടുകൾ, ആ കെട്ടുകളിൽ നിന്ന് പഞ്ചഭൂത സ്ഥലങ്ങൾ നമ്മളെ രക്ഷിക്കും. ഞാൻ ഈ ശരീരമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഈ 5 ഭൂതങ്ങളുടെയും തടവറയിലാണ്.
ഇതിനെ നമ്മൾ പൂജ കഴിക്കുമ്പോൾ ഭഗവാന് ധൂപവും ദീപവും നേന്തിയും ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറേയൊക്കെ മോചിതരാകുന്നു. അതിൽ പക്ഷെ നമുക്ക് ഭാവമില്ലാത്തതുകൊണ്ട്, ആ ഭാവം കിട്ടാത്തത് കൊണ്ട് നമ്മളതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് മഹർഷിമാർ, ആചാര്യന്മാർ ഇന്നത്തെ സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവിടെ ചെന്ന് നിങ്ങളുടെ ആ ബോധസ്വരൂപത്തിനെ മോചിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെറിയ പ്രഭാഷണത്തിനെ ആ പുണ്യഗുരുവായൂരപ്പനെ സംശയമാക്കിയിട്ട് മമ്മിയൂരപ്പൻ്റെ നാരായണൻ്റെയും കൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുണ്യഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാത്രമാണ് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനായി കണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നാരായണ ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര ശംഭോ നാരായണ മഹാദേവ അമ്മേ സർവേശ്വരി.